ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LP UPയുടെ സിലബസ് ആണ്. ഓക്കെ, അപ്പം ഓർഗനൈസ് ചെയ്യുന്നത് ആരാണ് നമുക്കറിയാം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. ജോബ് പ്രൊഫൈൽ LP UP സ്കൂൾ അസിസ്റ്റന്റ്. ദെൻ ടൈപ്പ് ഓഫ് എക്സാം എന്ന് പറയുന്നത് OMRലായിരിക്കും. മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ മലയാളത്തിലാണ്. പിന്നെ എക്സാം ഡ്യൂറേഷൻ 1 hour 15 minutes ആണ് കൊടുത്തിരിക്കുന്നത്. എക്സാം മോഡ് ഓഫ്ലൈൻ ആണ്. പിന്നെ മോഡ് ഓഫ് ആപ്ലിക്കേഷൻ ഓൺലൈൻ ആണ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒഫീഷ്യൽ വെബ്സൈറ്റും കൊടുത്തിട്ടുണ്ട്. ദെൻ പരമാവധി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് 100 പിന്നെ ചോദ്യങ്ങളുടെ എണ്ണവും 100 ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക്, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. ദെൻ സമയദൈർഘ്യം എന്ന് പറയുന്നത് 75 minutes. പിന്നെ അതുപോലെ ഓരോ തെറ്റായ ഉത്തരത്തിനും നെഗറ്റീവ് മാർക്ക് ഉണ്ട്. 0.3333 അതാണ് നെഗറ്റീവ് മാർക്ക് വരുന്നത്. ദെൻ എക്സാം പാറ്റേൺ നോക്കാം. LP സ്കൂൾ അസിസ്റ്റന്റിന്റെ എക്സാം പാറ്റേൺ 2024 എഡ്യൂക്കേഷണൽ സൈക്കോളജി ആൻഡ് പെഡഗോഗി അതിന് 20 മാർക്സിനാണ് വരിക. സോഷ്യോളജി ആൻഡ് ജനറൽ നോളജ് പീരിയോഡിക്കൽ 19 മാർക്സിനാണ് വരിക. ബേസിക് സയൻസും പീരിയോഡിക്കൽസും 26 മാർക്സിന് വരും. മൈനർ മാത്തമാറ്റിക്സ് 15 മാർക്സിന് വരും. മലയാളം 10 മാർക്സിനും ഇംഗ്ലീഷ് 10 മാർക്സിനുമാണ്. അപ്പം കുറച്ച് വെയിറ്റേജ് കുറവുള്ളത് ലാംഗ്വേജിനാണ്. പക്ഷെ മലയാളം ഇംഗ്ലീഷ് ഒരുമിച്ച് നോക്കുമ്പോൾ 20 മാർക്സ് ലാംഗ്വേജിന് വരുന്നുണ്ട്. ദെൻ UP സ്കൂൾ അസിസ്റ്റന്റ് എക്സാം പാറ്റേൺ 2024 എഡ്യൂക്കേഷണൽ സൈക്കോളജി ആൻഡ് പെഡഗോഗി 20 മാർക്സിനാണ് വരുന്നത്. ബേസിക് സയൻസ് 26 മാർക്സിന് വരുന്നുണ്ട്. സോഷ്യോളജി ആൻഡ് ജനറൽ നോളജ് 19 മാർക്സിനാണ് ഉണ്ടായിരിക്കുക. ഇംഗ്ലീഷ് 10 മാർക്സിന്, മലയാളം 10 മാർക്സിന്, മൈനർ മാത്തമാറ്റിക്സും 10 മാർക്സിന്. ഇത്രയാണ് UP സ്കൂൾ അസിസ്റ്റന്റിന്റെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സിലബസ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇത് LP സ്കൂൾ അസിസ്റ്റന്റിന്റെ സിലബസ് ആണ്. അപ്പൊ ഫസ്റ്റ് മൊഡ്യൂള് കേരള ചരിത്രത്തിനെ കുറിച്ചിട്ടാണ്. പാർട്ട് വണ്ണിൽ തന്നെ 2 ഉണ്ട്. അപ്പൊ അതില് പാർട്ട് വണ്ണിൽ ഫസ്റ്റില് വരുന്ന ഒരു മൊഡ്യൂളാണ് കേരള ചരിത്രം. അപ്പൊ അതിൽ വരുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപങ്ങൾ, അതിൽ തന്നെയാണ് പഴശ്ശി വിപ്ലവവും വേലുത്തമ്പിയും പാലിയത്തച്ഛനും അതുപോലെ കുറിച്യർ കലാപം, അതൊക്കെ പഠിക്കേണ്ടത് ഈ പാട്ടിലാണ്. അതുപോലെ കേരള നവോത്ഥാനം, അതുപോലെ ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ, അതെല്ലാം ഈ മൊഡ്യൂളിൽ വരുന്നതാണ് കേരള ചരിത്രത്തില്. പിന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പറ്റിയിട്ടും മഹാത്മാഗാന്ധിനെ പറ്റിയിട്ടും ഭഗത് സിംഗിനെ പറ്റിയിട്ടും സുഭാഷ് ചന്ദ്രബോസിനെ പറ്റിയിട്ടൊക്കെ പഠിക്കണം. അതുപോലെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ അതിനെ പറ്റിയിട്ടും പഠിക്കണം. അപ്പൊ അതിൽ വരുന്ന ഒന്നാണ് ഇന്ത്യയും ബഹിരാകാശ ഗവേഷണവും. അതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ, അതിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ മൂന്നാമത്തെ മൊഡ്യൂളാണ് ലോക ചരിത്രം. അപ്പൊ അതില് നദീതട സംസ്കാരങ്ങൾ, ഹാരപ്പൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, മെസപ്പൊട്ടാമിയൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം, ഇതെല്ലാം കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. മെസപ്പൊട്ടാമിയൻ സംസ്കാരം, ഹാരപ്പൻ സംസ്കാരം കുറച്ച് കൂടുതലായിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ കറണ്ട് അഫയേഴ്സ്, അതായത് ഇപ്പൊ ഈ പറഞ്ഞ ടോപ്പിക്സിൽ വരുന്ന ഇപ്പോ ഉള്ള കറണ്ട് അഫയേഴ്സ്, അതും കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. അത് 2 മാർക്കിന് ചോദിക്കുന്നതാണ് കറണ്ട് അഫയേഴ്സ്. പക്ഷെ അത് ഏത് രീതിയിലാണ് ചോദ്യം വരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം കുറച്ചും കൂടി അപ് ടു ഡേറ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിലാണ് കറണ്ട് അഫയേഴ്സിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദെൻ പാർട്ട് വണ്ണിലെ തന്നെ 2, അതായത് ഭൂമിശാസ്ത്രത്തിൽ തന്നെ ഇന്ത്യയുടെ ഭൂപ്രകൃതി, കാലാവസ്ഥ, നദികൾ, മണ്ണിനങ്ങൾ, ഗതാഗത മാർഗങ്ങൾ, അന്തരീക്ഷ ഘടന എല്ലാം ഭൂമിശാസ്ത്രത്തിൽ പെടുന്നതാണ്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് നദികളെ കുറിച്ചിട്ട് പഠിച്ചിരിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ സാമ്പത്തിക ശാസ്ത്രമാകുമ്പോൾ ബാങ്കുകൾ, റിസർവ് ബാങ്ക്, വാണിജ്യ ബാങ്കുകൾ, ബാങ്കുകളുടെ ദേശസാൽക്കരണം, അപ്പോൾ ഇതിലെ ബാങ്കുകൾ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതുപോലെ രസതന്ത്ര ശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടനാ സവിശേഷതകൾ. അപ്പൊ അതില് മൗലിക അവകാശങ്ങൾ എന്തൊക്കെയാണ്, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, അതുപോലെ ആമുഖം. പിന്നെ അതുപോലെ ലോകസഭ, രാജ്യസഭ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, അവരുടെ പേരുകള്,
പണ്ടുണ്ടായിരുന്ന പ്രധാനമന്ത്രിമാരുടെ ഒക്കെ പേരുകൾ, സുപ്രീം കോടതി, ഹൈക്കോടതി, ഇതിനെ കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പിന്നെ സാമൂഹ്യശാസ്ത്രം, അതില് കുടുംബം, സമൂഹീകരണം അതൊക്കെയാണ് വരുന്നത്. പിന്നെ ഈ ടോപ്പിക്സിന്റെയും കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നുണ്ട്, അതും 2 മാർക്കിന് വരുന്നുണ്ട് കറണ്ട് അഫയേഴ്സ്. പിന്നെ പാർട്ട് 2 ആണ്. പാർട്ട് 2 7 മാർക്കിനാണ് മൊത്തം വരുന്നത്. പാർട്ട് 2 വരുന്ന ഏറ്റവും ഫസ്റ്റത്തെ സെക്ഷൻ എന്ന് പറയുമ്പോൾ അതിലുള്ളത് ഭൗതിക ശാസ്ത്രം, അളവുകള്, യൂണിറ്റുകള്, ചലനം, ചലന സമവാക്യങ്ങൾ, ചലന നിയമങ്ങൾ, തരംഗ ചലനം, ശബ്ദം. ഇപ്പൊ ശബ്ദത്തിനൊക്കെ പറ്റിയിട്ട് കുറെ വന്നിട്ടുണ്ട്. അതുപോലെ യൂണിറ്റുകളും അളവുകളും ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. ദെൻ ബലം, പ്രവൃത്തി, ഊർജം, പവർ, ഗുരുത്വാകർഷണം, ദ്രവബലങ്ങൾ, സ്ഥിതിത വൈദ്യുതി, ധാരാവൈദ്യുതി, പിന്നെ അതുപോലെ വൈദ്യൂഹ പ്രവാഹത്തിന്റെ ഫലങ്ങൾ, കാന്തികത, വൈദ്യുത കാന്തികത ഫലം, വൈദ്യുത കാന്തികത പ്രേരണം, പിന്നെ അതുപോലെ പ്രകാശത്തിന്റെ പ്രതിപതനം, അപവർത്തനം. അപവർത്തനമൊക്കെ കുറെ റിപ്പീറ്റഡ് ആണ്. പിന്നെ കാഴ്ച, പ്രകാശ പ്രകിരണം, പ്രകാശ വിസരണം, പ്രകാശ മലിനീകരണം, ഊർജ പരിപാലനം. ഇതിന്നൊക്കെയും ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. കൂടുതലായിട്ടും സമവാക്യങ്ങൾ, അതുപോലെ അളവുകളും യൂണിറ്റുകളാണ് കുറെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ ഗുരുത്വാകർഷണം, അതുപോലെ തന്നെ അപവർത്തനം, അതിനൊക്കെ പറ്റിയിട്ടും ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ ടോപ്പിക്കുകളിലും എല്ലാ കറണ്ട് അഫയേഴ്സും ചോദിക്കും, അതും 2 മാർക്കിന് വരുന്നതാണ്. അപ്പൊ മൊത്തം 7+2 9 മാർക്സിനാണ് ഈ ഒരു ഭാഗത്തു നിന്ന് വരുന്നത്. ഇനി പാർട്ട് 2 തന്നെ സെക്കൻഡ് സെക്ഷനിൽ രസതന്ത്രമാണ്, അതും 7 മാർക്സിനാണ് ഈ ഒരു സെക്കൻഡ് സെക്ഷനും വരുന്നത്. അതിൽ വരുന്നതാണ് രസതന്ത്രം. അപ്പൊ രസതന്ത്രത്തിൽ വരുന്ന രാസമാറ്റങ്ങള്, ഭൗതിക മാറ്റങ്ങള്, ആറ്റത്തിന്റെ ഘടന, രാസബന്ധനം, പീരിയോഡിക് ടേബിൾ, ക്രമാവർത്തന പ്രവണതകൾ, ലായനികൾ, വൈദ്യുത രസതന്ത്രം, വാതക നിയമങ്ങൾ, അതുപോലെ രസപ്രവർത്തന വേഗം സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങൾ. അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങൾ. ലോഹങ്ങൾ, ലോഹ നിർമ്മാണം, ആലോഹ സംയുക്തങ്ങൾ, ഓർഗാനിക് സംയുക്തങ്ങൾ, അവയുടെ നാമകരണം, ഐസോമെറിസം, രാസപ്രവർത്തനങ്ങൾ. അപ്പം ഇതില് കൂടുതലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ആസിഡുകള്, ബേസുകള്, ലവണങ്ങൾ, അതിനെ പറ്റിയിട്ടാണ്. പിന്നെ അതുപോലെ രാസമാറ്റങ്ങളും ഭൗതിക മാറ്റങ്ങളും, പിന്നെ പീരിയോഡിക് ടേബിൾ, പിന്നെ ലായനികൾ, ഇതൊക്കെയാണ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പിന്നെ ഇതിലും കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഉള്ള അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും പഠിച്ചു വെക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ മൊത്തം ഇതൊന്ന് ചോദിക്കുക 7+2 9 മാർക്സിനാണ്. ദെൻ പാർട്ട് 2 തന്നെ തേർഡ് സെക്ഷൻ. അപ്പം അതിലാണ് ഇതിന് 6 മാർക്കിനാണ് ചോദിക്കുന്നത്. ഇതിലാണ് എന്ത് വരുന്നത്, ജീവശാസ്ത്രവും അതുപോലെ തന്നെ അതിനെ അനുബന്ധിച്ച് വരുന്ന കറണ്ട് അഫയേഴ്സും. അപ്പൊ ജീവശാസ്ത്രത്തിലെ കോശങ്ങളുടെ ഘടന, കലകൾ, കൃഷി, പരിസ്ഥിതി, വർഗീകരണം, ജനിതക ശാസ്ത്രം, പ്രകാശ സംശ്ലേഷണം, ദഹന വ്യവസ്ഥ, വിസർജന വ്യവസ്ഥ, പ്രത്യുൽപാദന വ്യവസ്ഥ, നാഡീ വ്യവസ്ഥ, ഇന്ദ്രിയങ്ങൾ, രോഗങ്ങളും ആരോഗ്യ പരിപാലനവും, വിറ്റാമിനുകൾ, മിനറലുകൾ, എൻസൈമുകൾ, ഹോർമോണുകൾ. പിന്നെ ഇതില് കോശങ്ങളും അവയുടെ ഘടനകളും കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതുപോലെ ജനിതക ശാസ്ത്രം കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇന്ദ്രിയങ്ങളും രോഗവും ആരോഗ്യ പരിപാലനവും, അതും കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ വിറ്റാമിനുകൾ, മിനറലുകൾ, എൻസൈമുകൾ, ഹോർമോണുകൾ, അതും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇതിൽ വരുന്ന കറണ്ട് അഫയേഴ്സ്, അപ്പൊ കുറച്ചും കൂടി അപ് ടു ഡേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കറണ്ട് അഫയേഴ്സ് നമുക്ക് കിട്ടും. അപ്പൊ മൊത്തം 6+2 8 മാർക്സിനാണ് ഇതിൽ നിന്നും ചോദിക്കുന്നത്. ദെൻ പാർട്ട് 3, അതിന് ഫുൾ 15 മാർക്സിനാണ് ചോദ്യം വരിക. അത് മാത്സിനായിട്ട് സംബന്ധിച്ചതാണ് പാർട്ട് 2 എന്ന് പറയുന്നത്. ഇപ്പൊ സിമ്പിൾ അരിത്മെറ്റിക്, അതായത് ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, വർഗവും വർഗമൂല്യവും, പിന്നെ അതുപോലെ ശരാശരി, അതെല്ലാമാണ് ഇതിൽ വരുന്നത്. പിന്നെ വരുന്നതാണ് പാറ്റേണുകൾ, മാനസിക ശേഷി, സംഖ്യാ ശ്രേണികൾ, അനുപാതം, അംശബന്ധം, ശതമാനം, സമയം, ജോലിയും ദൂരവും സമയവും, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സമയവും ജോലിയും ദൂരവും സമയവും ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലോക്ക്, കോണുകള്, പിന്നെ പലിശ, കൂട്ടുപലിശ, അതും ഇമ്പോർട്ടന്റ് ആണ്. ജാമിതി, ഘടന രൂപങ്ങൾ, ചെറു പൊതു ഗുണിതവും വൻ പൊതു ഘടകവും, പിന്നെ ലാഭം, നഷ്ടം, വിൽപ്പന, അതും ഇമ്പോർട്ടന്റ് ആണ്. മെട്രിക് അളവുകൾ, സർവ്വസമവാക്യങ്ങൾ, ബീജഗണിതം, സാംഖ്യകം, അതെല്ലാം പഠിക്കുക. അത്രയാണ് മാത്സ് എന്ന് വരുന്നത്. പിന്നെ പാർട്ട് 4, അതിൽ മൊത്തം 20 മാർക്സിനാണ് വരുന്നത്. എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി എന്നാണ് അതിന്റെ പേര്.
ഇപ്പൊ പഠനത്തെ കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ, നിയമങ്ങൾ, സിദ്ധാന്തങ്ങൾ അത് വെരി ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു സെക്ഷൻ. ദെൻ മനഃശാസ്ത്രജ്ഞരും ആശയങ്ങളും അതും ഇമ്പോർട്ടന്റ് ആണ്. വിദ്യാഭ്യാസ ചിന്തകരും ദർശനങ്ങളും, മനഃശാസ്ത്ര പരീക്ഷണങ്ങൾ, ബുദ്ധി, വ്യക്തിത്വം, വികാസ തലങ്ങൾ, വികാസ തത്വങ്ങൾ, വൈജ്ഞാനിക വികാസം, സാമൂഹിക വികാസം, സന്മാർഗിക വികാസം, പാരമ്പര്യവും പര്യാവരണവും, അഭിക്ഷമത പരീക്ഷകങ്ങൾ. അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. ഇതിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള പഠനത്തെ കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ, നിയമങ്ങൾ, സിദ്ധാന്തങ്ങൾ, മനഃശാസ്ത്രജ്ഞരും ആശയങ്ങളും, അതുപോലെ വിദ്യാഭ്യാസ ചിന്തകരും ദർശനങ്ങളും, മനഃശാസ്ത്ര പരീക്ഷണങ്ങൾ, ഇത്രയും കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് പഠിക്കാൻ നോക്കാം. ദെൻ അതിൽ തന്നെ വരുന്നതാണ് അഭിപ്രേരണ, മോട്ടിവേഷൻ, സമയോജന ക്രിയാതന്ത്രങ്ങൾ, പിന്നെ മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളും രീതികളും, കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട്, ക്ലാസ് മുറിയിലെ പഠന പ്രക്രിയ അതും ഇമ്പോർട്ടന്റ് ആണ്. പഠന തന്ത്രങ്ങൾ, വിവരവിനിമയ സാങ്കേതിക വിദ്യാ സാധ്യതകൾ അതും ഇമ്പോർട്ടന്റ് ആണ്. അത് DLED സിലബസ് ഫുൾ അതന്നെ ബേസ് ചെയ്തിട്ടാണ്. ദെൻ പഠന വൈകല്യം, പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുടെ പഠനം, കുട്ടിയും അറിവ് നിർമ്മാണവും, പഠന രീതികൾ, വിദ്യാഭ്യാസ പ്രോജക്റ്റുകൾ, കേരള പാഠ്യപദ്ധതി സമീപന രേഖ, കേരള വിദ്യാഭ്യാസ ഭരണ സംവിധാനം, വിദ്യാഭ്യാസ ഏജൻസികൾ, അതുപോലെ വിദ്യാഭ്യാസ കമ്മീഷനുകൾ. ഇത്രയൊക്കെയാണ് ആ ഭാഗത്തു നിന്നും വരുന്നത്. ഇനി പാർട്ട് 5, അതായത് അത് ഫുൾ 10 മാർക്കിനാണ് വരുന്നത്. അത് ഫുൾ എന്താണ്, ഇംഗ്ലീഷ് ബേസ് ചെയ്തിട്ടാണ്. ഇപ്പൊ ജനറൽ ഇംഗ്ലീഷിനാണ് ചോദിക്കുന്നത്. ഒന്ന് ലാംഗ്വേജ് കോംപ്രഹെൻഷൻ, അതായത് an unfamiliar passage is given to check factual, inferential, analytical, evaluative comprehension. അപ്പം ഇതിൽ തരുന്നത് ഒരു പാസേജ് തരും. ആ പാസേജിൽ നിന്ന് ഫാക്ച്വൽ ആയിട്ടുള്ള, ഇൻഫറൻഷ്യൽ ആയിട്ടുള്ള, അനലിറ്റിക്കൽ ആയിട്ടുള്ള, ഇവാലുവേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് തരുന്നത് ആ ഒരു പാസേജിനെ ബേസ് ചെയ്തിട്ട്. അപ്പൊ അതാണ് നമ്മൾ അതിൽ ആൻസർ ചെയ്യേണ്ടി വരിക. അപ്പൊ പാസേജ് നന്നായി വായിച്ചാൽ മാത്രമാണ് ഇതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ചോദിക്കുന്നത് ഗ്രാമർ, അതിനെ ഓറിയന്റ് ചെയ്തിട്ടാണ്. ഗ്രാമറിൽ വരുന്നത് ആർട്ടിക്കിള്, കോൺകോർഡ്, ടെൻസ് ആൻഡ് ടൈം, പ്രിപ്പോസിഷൻസ്, ഫ്രേസൽ വെർബ്സ്, ഡിറ്റർമിനേഴ്സ് ആൻഡ് ജെറുൻസ്, പിന്നെ അതുപോലെ ലിങ്കേഴ്സ്. ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഗ്രാമറിന് ചോദ്യങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ ഓക്സിലറീസ്, വൊക്കാബുലറി ഒക്കെ ഗ്രാമറിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പെഡഗോഗി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്, പെഡഗോഗിയും ചോദിക്കുന്നുണ്ട്. അതായത് ലാംഗ്വേജ് അക്വസിഷൻ ആൻഡ് ലേണിംഗ്, ലാംഗ്വേജ് ആൻഡ് തോട്ട്, ലാംഗ്വേജ് സ്കിൽസ്, objectives of language teaching in LP classes, assessment and evaluation of language teaching. അപ്പൊ ഇതൊക്കെയും അതിൽ വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ അത് മെയിൻ ആയിട്ടും ഇത് പഠിക്കാൻ വേണ്ടി ബേസ് ചെയ്യേണ്ടത് 1 to 10 ക്ലാസ്സിൽ വരുന്ന SCERT ടെക്സ്റ്റ് ബുക്ക് ആണ്. ദെൻ പാർട്ട് 6 അതിൽ മലയാളമാണ് വരുന്നത്. ഫുൾ 10 മാർക്കിനാണ് ചോദിക്കുക. അപ്പൊ മലയാളത്തില് ഒന്നാമത്തെ സാഹിത്യപരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് കവിതാ സാഹിത്യം, കഥാസാഹിത്യം, നോവലുകള്, ആത്മകഥ, ജീവചരിത്രം, വൈജ്ഞാനിക സാഹിത്യം, ബാലസാഹിത്യം, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് എഴുതിയത് ആരാണ്, പിന്നെ അവർക്ക് കിട്ടിയിട്ടുള്ള അവാർഡുകൾ ഏതൊക്കെയാണ്, അതൊക്കെയും പഠിച്ചു വെക്കുന്നത് കുറച്ച് നല്ലതാണ്. പിന്നെ ഭാഷാപരം, അതായത് ഭാഷാ ചരിത്രം, ഭാഷാഭേദം, പ്രായോഗിക വ്യാകരണം, പിന്നെ അതുപോലെ അതിൽ വരുന്നത് തന്നെയാണ് പദശുദ്ധി, പദങ്ങൾ, സമാസിക്കലും, വാക്യരൂപങ്ങൾ, അനുപ്രയോഗം, വാക്യഘടനയും വാക്യാശുദ്ധിയും, ലിംഗം, വചനം തുടങ്ങിയവ, പിന്നെ അതുപോലെ കാലം, പിന്നെ അർത്ഥബോധം, ഇതൊക്കെയാണ് ഭാഷാപരത്തിൽ വരുന്നത്. അതുപോലെ തന്നെ അതിൽ വരുന്നതാണ് കാവ്യബോധം, പിന്നെ അതുപോലെ അവതാരണം, അതെല്ലാം. ഇനി ബോധനശാസ്ത്രപരം, അതിൽ വരുന്നതാണ് ഉദ്ഗ്രഥിത സമീപനം, ഭാഷാ പഠന സിദ്ധാന്തങ്ങൾ, ആസൂത്രണം. ഇത്രയൊക്കെയാണ് ബോധനശാസ്ത്രപരത്തിൽ വരുന്നത്. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടോപ്പിക്സ് മുഴുവൻ കവർ ആവണം എന്നുള്ളത് നിർബന്ധമില്ല. ചിലപ്പോൾ കവർ ആവും, ചിലപ്പോൾ കവർ ആവില്ല. പക്ഷെ ഇതിൽ നിന്നും പുറത്ത്, അതായത് പുറത്തുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇതിൽ നിന്നും അല്ലാതെ പുറത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അതിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പം ഇതിൽ മെയിൻ ആയിട്ടും ഇപ്പോ ക്ലാസ് 1 to 10 അതിന്റെ SCERT സിലബസ് ഫോളോ ചെയ്യാനാണ് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കുകൾ ഫോളോ ചെയ്യാനാണ് പറയുന്നത്. അതില് പാർട്ട് 1 പഠിക്കാൻ അത് തന്നെ ഫോളോ ചെയ്താൽ മതിയാവും. പിന്നെ ഈ കറണ്ട് അഫയേഴ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പേഴ്സ് വായിക്കണം. പിന്നെ ഇതിൽ വരുന്ന
അതായത് പാർട്ട് 4 ഉണ്ട്, എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ടും DLEDന്റെ തന്നെ സിലബസ് പഠിക്കേണ്ടി വരും. അപ്പൊ എന്നാലാണ് അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാതും ഒരു 1 to 10 ക്ലാസ്സിലുള്ള ടെക്സ്റ്റ് ബുക്കുകളാണ് റെഫർ ചെയ്യേണ്ടത്. പക്ഷെ ഇപ്പൊ കുറച്ചും കൂടി ടഫ് ആണ് എക്സാം എന്ന് പറയുന്നത്. അപ്പൊ ഈ 1 to 10 ക്ലാസ്സിലെ SCERT ബുക്ക് മാത്രം റെഫർ ചെയ്താൽ പോരാ, ക്ലാസ് 11 and 12ന്റെ ടെക്സ്റ്റ് ബുക്കും കൂടി റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഇപ്പൊ കുറച്ചും കൂടി ടഫ് ആയിട്ടാണ് എക്സാം നടത്തുന്നത്. ഇപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ചും കൂടി ടഫ് ആയിരിക്കും. അപ്പോൾ ഈ 10th ലെവല് വരെയുള്ള ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ അത് ആൻസർ ചെയ്യാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. സോ ക്ലാസ് 11 and 12ന്റെ ടെക്സ്റ്റ് ബുക്കും കൂടി വായിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇതാണ് LPയുടെ സിലബസ്. ഇനി നമുക്ക് UPയുടെ സിലബസ് നോക്കാം. ഇതാണ് UPയുടെ സിലബസ്, UP സ്കൂൾ ടീച്ചർ. അപ്പം അതിൽ വരുന്ന പാർട്ട് 1, അതിൽ തന്നെ സെക്ഷൻസ് ഉണ്ട്. അപ്പൊ അതില് ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് കേരള ചരിത്രം. ഇതും ഏതാണ്ട് LPക്ക് സിമിലർ ആണ്. അപ്പൊ അതിൽ വരുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങൾ, പഴശ്ശി വിപ്ലവം, വേലുത്തമ്പിയും പാലിയത്തച്ഛനും, കുരിശ കലാപം, അതുപോലെ കേരള നവോത്ഥാനം. അതിൽ വരുന്ന നവോത്ഥാന നായകരെ, അവരെ കുറിച്ച് പഠിക്കാം. അതുപോലെ തന്നെ ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ, തിരുവിതാംകൂർ, കൊച്ചി, മലബാർ, അതിലൊക്കെ വരുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ, അത് ദേശീയ പ്രസ്ഥാനങ്ങൾ അതൊക്കെയാണ് അതിൽ വരേണ്ടത്, പഠിക്കേണ്ടത്. അപ്പൊ ഇത്രയാണ് കേരള ചരിത്രത്തിനെ പറ്റിയിട്ട് പഠിക്കേണ്ടത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പറ്റി പഠിക്കണം. അതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, മഹാത്മാഗാന്ധി, ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ്, അതുപോലെ തന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, അതിനൊക്കെ പറ്റിയിട്ട് പഠിക്കണം. അതുപോലെ അതിൽ മെയിൻ ആയിട്ടും ഇന്ത്യയും ബഹിരാകാശ ഗവേഷണം, അത് കുറച്ചും കൂടി റിപ്പീറ്റഡ് ആയിട്ടുള്ള സെക്ഷൻ ആണ്. പിന്നെ ലോക ചരിത്രം, നദീതട സംസ്കാരങ്ങൾ, ഇതൊക്കെയും ഒരുവിധം LP ആയിട്ട് മാച്ച് ചെയ്യുന്ന ഒരു സിലബസ് ആണ്. അപ്പൊ അതിൽ വരുന്ന ഹാരപ്പൻ സംസ്കാരം ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ മെസപ്പൊട്ടേമിയൻ സംസ്കാരം, അതും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഈ ഒരു ഭാഗത്തു നിന്നുള്ള കറണ്ട് അഫയേഴ്സ് മൊത്തം കൂടിയിട്ടാണ് അതിൽ മാർക്ക് വരുന്നത്. പിന്നെ പാർട്ട് 1ൽ തന്നെ രണ്ടാമത്തെ സെക്ഷനിൽ മൊത്തം 5 മാർക്കിനാണ് ചോദിക്കുന്നത്. ഭൂമിശാസ്ത്രം, ഇന്ത്യയുടെ ഭൂപ്രകൃതി, കാലാവസ്ഥ, നദികൾ, മണ്ണിനങ്ങൾ, ഗതാഗത മാർഗങ്ങൾ, അന്തരീക്ഷ ഘടന, ഇതൊക്കെയും LPയുടെ സിലബസ് ആയിട്ട് കുറച്ചും കൂടി സാമ്യമുള്ളതാണ്. അതുപോലെ സാമ്പത്തിക ശാസ്ത്രം, ബാങ്കുകളെ പറ്റി, പിന്നെ രാഷ്ട്രതന്ത്ര ശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടന സവിശേഷതകൾ, അതായത് ആമുഖം, മൗലികാവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, ഇതൊക്കെ കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് കുറച്ചും കൂടി നന്നായിട്ട് പഠിക്കാം. പിന്നെ അതുപോലെ തന്നെ ലോകസഭ, രാജ്യസഭ, രാഷ്ട്രപതിയുടെ പേര്, ഉപരാഷ്ട്രപതിയുടെ പേരുകൾ, പ്രധാനമന്ത്രിയുടെ പേരുകൾ, സുപ്രീം കോടതി, ഹൈക്കോടതിനെ കുറിച്ചിട്ട്, അപ്പം മുമ്പുള്ള ആൾക്കാരുടെ പേരുകൾ വരെ പഠിച്ചിരിക്കുന്നത് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ സമൂഹശാസ്ത്രം, അതിൽ കുടുംബം, സമൂഹീകരണം ഒക്കെയാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തു നിന്നുള്ള കറണ്ട് അഫയേഴ്സും കൂടി ചോദിക്കുന്നുണ്ട്. അത് മൊത്തം 2 മാർക്കിനാണ് കറണ്ട് അഫയേഴ്സ് വരുന്നത്. പിന്നെ വരുന്നത് പാർട്ട് 2 ആണ്. മൊത്തം 7 മാർക്കിനാണ് ഫസ്റ്റത്തെ സെക്ഷൻ വരുന്നത്. അപ്പൊ അത് ഭൗതിക ശാസ്ത്രത്തിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് അളവുകളും യൂണിറ്റുകളും, അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം. പിന്നെ അതുപോലെ തന്നെ വരുന്നതാണ് അതുപോലെ ചലന സമവാക്യങ്ങൾ, ചലന നിയമങ്ങൾ, തരംഗം, ചലനം, ശബ്ദം, ബലം, പ്രവൃത്തി, ഊർജം, പവർ. പിന്നെ അതുപോലെ ഗുരുത്വാകർഷണം, ദ്രവ ബലങ്ങൾ, അതുപോലെ സ്ഥിത വൈദ്യുതി, ധാരാവൈദ്യുതി, വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ, പിന്നെ കാന്തികത, വൈദ്യുത കാന്തിക ഫലം, വൈദ്യുത കാന്തിക പ്രേരണം, പിന്നെ പ്രകാശത്തിന്റെ പ്രതിപതനം, അപവർത്തനം, കാഴ്ച, പ്രകാശ പ്രകീർണം, പ്രകാശ വിസരണം, പ്രകാശ മലിനീകരണം, പിന്നെ ഊർജ പരിപാലനം. ഇത്രയാണ് അതിൽ നിന്ന് വരുന്നത് ഭൂമിശാസ്ത്രത്തിൽ നിന്ന്. പിന്നെ അതിൽ കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട് 2 മാർക്കിന്. പിന്നെ അതുപോലെ തന്നെ പാർട്ട് 2 എന്ന് പറയുന്നതിൽ രണ്ടാമത്തെ സെക്ഷൻ രസതന്ത്രത്തിൽ നിന്നാണ്, 7 മാർക്കിനാണ് വരിക. അതും എന്താണ്, ഇപ്പം LPയുടെ സിലബസ് പറഞ്ഞ പോലെ തന്നെ രാസമാറ്റങ്ങൾ, ഭൗതിക മാറ്റങ്ങൾ, ആറ്റത്തിന്റെ ഘടന, രാസബന്ധനം, പീരിയോഡിക് ടേബിൾ, ക്രമാവർത്തന പ്രവണതകൾ, ലായനികൾ, വൈദ്യുത രസതന്ത്രം, വാതക നിയമങ്ങൾ, രാസപ്രവർത്തന വേഗം സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങൾ കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആണ്. ലോഹങ്ങൾ, ലോഹനിർമ്മാണം, ആലോഹ സംയുക്തങ്ങൾ, ഓർഗാനിക് സംയുക്തങ്ങൾ, നാമകരണം, ഐസോമേഴ്സ്, രാസപ്രവർത്തനങ്ങൾ. പിന്നെ അതിലും കറണ്ട് അഫയേഴ്സ് പഠിക്കണം.
അതിന് ന്യൂസ് പേപ്പർ തന്നെ ഫോളോ ചെയ്താൽ മതിയാവും. പിന്നെ പാർട്ട് 2 അതിലുള്ള മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ജീവശാസ്ത്രമാണ്. മൊത്തം 6 മാർക്കിനാണ് ചോദിക്കുന്നത്. കോശങ്ങളുടെ ഘടന, കലകൾ, കൃഷി, പരിസ്ഥിതി, വർഗീകരണം, ജനിതക ശാസ്ത്രം, അതുപോലെ പ്രകാശ സംശ്ലേഷണം. ഇത്രയും കുറച്ചും കൂടി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇത് കുറച്ച് റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ ദഹന വ്യവസ്ഥ, വിസർജന വ്യവസ്ഥ, പ്രത്യുൽപാദന വ്യവസ്ഥ, നാഡീ വ്യവസ്ഥ, ഇന്ദ്രിയങ്ങൾ കുറച്ചും കൂടി റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. രോഗങ്ങളും ആരോഗ്യ പരിപാലനവും, ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. രോഗങ്ങളും ആരോഗ്യ പരിപാലനവും ആരായാലും അറിഞ്ഞിരിക്കേണ്ടതായതുകൊണ്ട് അതിന് ചോദ്യങ്ങൾ കുറച്ച് കൂടുതൽ ചോദിക്കുന്നുണ്ട്. പിന്നെ വിറ്റാമിനുകൾ, മിനറലുകൾ, എൻസൈമുകൾ, ഹോർമോണുകൾ, ഇതിൽ നിന്നും കറണ്ട് അഫയേഴ്സ് ചോദിച്ചിട്ട് കണ്ടിട്ടുണ്ട്. അതും 2 മാർക്കിന് വരും എന്തായാലും. പിന്നെ പാർട്ട് 3 വരുന്നത് മാത്സ് ആണ്. സിമ്പിൾ അരിത്തമെറ്റിക്, ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, വർഗവും വർഗമൂലവും, ശരാശരി, പിന്നെ അതുപോലെ തന്നെ പാറ്റേണുകൾ, മാനസിക ശേഷി, സംഖ്യാ ശ്രേണികൾ, അനുപാതം, അംശബന്ധം, ശതമാനം, സമയവും ജോലിയും, ദൂരവും സമയവും, ക്ലോക്ക്, കോണുകൾ, പലിശ, കൂട്ടുപലിശ, ഈ 4 സെക്ഷൻ, അതായത് സമയവും ജോലിയും, ദൂരവും സമയവും, ക്ലോക്ക്, കോണുകൾ, പലിശ, കൂട്ടുപലിശ, ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ജാമിതി, ഘടന, രൂപങ്ങൾ, ചെറു പൊതുഗണിതവും വൻ പൊതുഘടകവും, ലാഭം, നഷ്ടം, വിൽപ്പന, മെട്രിക് അളവുകൾ, അതുപോലെ തന്നെ സമവാക്യങ്ങൾ, സർവ്വസമവാക്യങ്ങൾ, ബീജഗണിതം, സംഖ്യകം. അപ്പൊ ഇത്രയൊക്കെയാണ് മാത്സിൽ വരുന്നത്. പിന്നെ പാർട്ട് 4 ആണ്. അതില് ഒരു 20 മാർക്സിന് ചോദിക്കും. അതിൽ വരുന്നത് എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി ആണ്. ഇത് കുറച്ചും കൂടി കൂടുതൽ ഉണ്ട്. അതായത് പഠനത്തെ കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ, നിയമങ്ങൾ, സിദ്ധാന്തങ്ങൾ, മനഃശാസ്ത്രജ്ഞരും ആശയങ്ങളും, വിദ്യാഭ്യാസ ചിന്തകരും ദർശനങ്ങളും, മനഃശാസ്ത്ര പരീക്ഷണങ്ങൾ, ബുദ്ധി, വ്യക്തിത്വം, വികാസ തലങ്ങൾ, വികാസ തത്വങ്ങൾ, വൈജ്ഞാനിക വികാസം, സാമൂഹിക വികാസം, സന്മാർഗിക വികാസം, പാരമ്പര്യവും പര്യാവരണവും, അഭിക്ഷമത പരീക്ഷണങ്ങൾ, പിന്നെ അതുപോലെ അഭിപ്രേരണ, സമായോജന ക്രിയ തന്ത്രങ്ങൾ, അതുപോലെ മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളും രീതികളും, കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട്, ക്ലാസ് മുറിയിലെ പഠന പ്രക്രിയ, പഠന തന്ത്രങ്ങൾ, വിനിമയ സാങ്കേതിക വിദ്യാഭ്യാസ സാധ്യതകൾ, ഇതെല്ലാം ബി.എഡിന്റെ സിലബസ് ആസ്ഥാനമാക്കിയായിരിക്കും. കാരണം UP ബി.എഡുകാർക്ക് കൂടി എഴുതാൻ പറ്റിയതാണ്. അപ്പം കുറച്ചും കൂടി നന്നായിട്ട് പഠിക്കേണ്ടി വരും ബി.എഡ് സിലബസിനേക്കാളും. പിന്നെ പഠന വൈകല്യം, പിന്നെ അതുപോലെ പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുടെ പഠനം, കുട്ടിയുടെ അറിവ് നിർമ്മാണവും പഠന രീതിയും, വിദ്യാഭ്യാസ പ്രോജക്റ്റുകൾ, കേരള പാഠ്യപദ്ധതി സമീപന രേഖ, കേരള വിദ്യാഭ്യാസ ഭരണ സംവിധാനം, വിദ്യാഭ്യാസ ഏജൻസികൾ, വിദ്യാഭ്യാസ കമ്മീഷനുകൾ. പിന്നെ വരുന്നത് പാർട്ട് 5 ആണ്. അതിൽ 10 മാർക്കിനാണ് ചോദിക്കുന്നത്. ജനറൽ ഇംഗ്ലീഷ് ആണ്. അപ്പൊ ഏറ്റവും ഫസ്റ്റ് ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ ഒരു പാസേജ് തരും. അതിൽ നിന്നും നമ്മുടെ ഫാക്ച്വൽ, ഇൻഫറൻഷ്യൽ, അനലിറ്റിക്കൽ, ഇവാലുവേറ്റീവ് ആയിട്ടുള്ള കഴിവുകളാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. ഗ്രാമറിൽ വരുന്നത് ആർട്ടിക്കിൾ, കോൺകോർഡ്, ടെൻസ് ആൻഡ് ടൈം, പ്രിപ്പോസിഷൻസ്, ഫ്രേസൽ വെർബ്സ്, ഡിറ്റർമിനേഴ്സ്, ജെറൻസ്, പിന്നെ അതുപോലെ ലിങ്കേഴ്സ്, ഓക്സിലറീസ്, വൊക്കാബുലറി, ഇതൊക്കെയാണ് ഗ്രാമറിൽ ചെക്ക് ചെയ്യുന്നത്. പിന്നെ അതിൽ തന്നെ പെഡഗോഗി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്, അതും ചെക്ക് ചെയ്യുന്നുണ്ട്. ലാംഗ്വേജ് അക്വസിഷൻ ആൻഡ് ലേണിംഗ്, ലാംഗ്വേജ് ആൻഡ് തോട്ട്, ലാംഗ്വേജ് സ്കിൽസ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് ഇൻ LP ക്ലാസ്സസ്, അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ലാംഗ്വേജ് ടീച്ചിങ്. ഇപ്പൊ ഇവിടെ LP അതുപോലെ തന്നെ നോവൽ, ആത്മകഥ, വൈജ്ഞാനിക സാഹിത്യം, ബാലസാഹിത്യം, ഇതൊന്നൊക്കെയാണ് മലയാളത്തിൽ നിന്ന് വരുന്നത്. പിന്നെ ഭാഷാപരം, അതുപോലെ ഭാഷാ ചരിത്രം, ഭാഷാഭേദം, പ്രായോഗിക വ്യാകരണം, പദശുദ്ധി, പദങ്ങൾ സമാസിക്കലും വിഗ്രഹിക്കലും, പിന്നെ അതുപോലെ വാക്യരൂപങ്ങൾ, അനുപ്രയോഗം, വാക്യഘടനയും വാക്യശുദ്ധിയും, ലിംഗം, വചനം തുടങ്ങിയവ, കാലം, അർത്ഥബോധം, കാവ്യബോധം, അതുപോലെ അവതാരണം, ഇതൊക്കെയാണ് അതിൽ നിന്ന് വരിക. പിന്നെ ബോധന ശാസ്ത്രപരം, അതിൽ നിന്നും വരുന്നത് ഉദ്ഗ്രഥിത സമീപനം, ഭാഷാ പഠന സിദ്ധാന്തങ്ങൾ, ആസൂത്രണം, ഇതൊക്കെയാണ് ഇതിന്ന് വരുന്നത് മലയാളത്തിൽ നിന്ന്. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് LP പോലെ തന്നെ ഈ ഒരു സെക്ഷനിൽ നിന്ന് ചോദിക്കാനും, പിന്നെ അതുപോലെ ഇതൊന്ന് മൊത്തമായിട്ട് ചോദിക്കണമെന്ന് നിർബന്ധമില്ല. പിന്നെ അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ചോദ്യങ്ങൾ വരാൻ, ഇപ്പൊ കറണ്ട് അഫയേഴ്സ് ഒക്കെ നമ്മൾക്ക് പുറത്തുനിന്നുള്ള ചോദ്യങ്ങൾ പോലെ തോന്നാം. അതുപോലെ കറണ്ട് അഫയേഴ്സ് ചോദിക്കും. അതുപോലെ തന്നെ ഇതൊന്നല്ലാതെ തന്നെ പുറത്തുനിന്ന് ഈ ഒരു പറഞ്ഞിട്ടുള്ള സിലബസ് അല്ലാതെ പുറത്തുനിന്ന് ചോദിക്കാനുള്ള സാധ്യതകളും കൂടുതലുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മള്
ഇപ്പോൾ LP ക്ലാസ് പറഞ്ഞ പോലെ തന്നെ 1 to 10 ക്ലാസ്സിന്റെ SCRT സിലബസ് ടെക്സ്റ്റ് ബുക്ക് ആണ് ഫോളോ ചെയ്യേണ്ടത്. പക്ഷെ കുറച്ചും കൂടി ടഫ് ആയതുകൊണ്ട് ക്ലാസ് +2 +1 ടെക്സ്റ്റ് ബുക്കും കൂടി ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഇപ്പൊ കുറച്ചും കൂടി ടഫ് ആയിട്ടാണ് എക്സാംസ് നടത്തുന്നത്. സോ ക്ലാസ് 1 to 12 വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്ത് നോക്കാം. ഇത് LPയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതില് 2022 നടന്നിട്ടുള്ള എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ നോക്കി നോക്കാം. ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപങ്ങളിൽ പെടാത്തത് ഏത്? അപ്പൊ ബി ആണ് ഉത്തരം, നിവർത്തന പ്രക്ഷോഭം. പിന്നെ രണ്ടാമത്തെ ചോദ്യം കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളെ കുറിച്ചും അവർക്ക് നേതൃത്വം വഹിച്ചവരെ കുറിച്ചുമുള്ള പട്ടികയാണിത്, ഉചിതമായി യോജിച്ചത് കണ്ടെത്തുക. അപ്പോൾ അതിൽ ഒന്നാമത്തെ വൈക്കം സത്യാഗ്രഹമാണ്. അപ്പൊ ഇതില് ഉത്തരമായിട്ട് വരുന്നത് സി സെക്ഷൻ ആണ്, സി ഓപ്ഷൻ ആണ്. 1-ന് 8 ആണ്. അതായത് KP കേശവമേനോനാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ. മിശ്ര ഭോജനത്തിന്റെ വരുന്നത് സഹോദരൻ അയ്യപ്പനാണ്. അതുപോലെ ഇസ്ലാം ധർമ്മ പരിപാലന സംഘം അത് വരുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. പിന്നെ പന്മന ആശ്രമം വരുന്നത് ചട്ടമ്പി സ്വാമികളാണ്. ഓക്കെ, ദെൻ മൂന്നാമത്തെ VT ഭട്ടതിരിപ്പാടിനെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഉത്തരം സി ആണ്. ദെൻ മലബാർ കലാപത്തെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. അപ്പൊ ഇതില് ഉത്തരമായിട്ട് വരുന്നത് ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കാർഷിക കലാപമായും വർഗീയ കലാപമായും മാറി മാറി വ്യാഖ്യാനിക്കപ്പെട്ടു. മലപ്പുറം ജില്ലയിലെ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി, കോഴിക്കോട് താലൂക്കുകൾ കേന്ദ്രീകരിച്ചു നടന്നത് ബ്രിട്ടീഷുകാർക്കെതിരായി മലബാർ മേഖലയിൽ ആരംഭിച്ച സായുധ കലാപം. ഈ ലഹളയുടെ ഭാഗമായി നിരവധി ഹൈന്ദവർ നിർബന്ധിത മതപരിവർത്തന വിധേയമാക്കപ്പെട്ടു. പിന്നെ അതുപോലെ 1921-22 വർഷങ്ങളിലാണ് ഇത് നടന്നത്. ഇതിലെ ഓപ്ഷൻ ഡി ആണ്. ഇനി അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് 1885 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ചില സംഭവങ്ങൾ ചുവടെ ചേർക്കുന്നു. ഈ സംഭവങ്ങളുടെ ശരിയായ കാലക്രമം കണ്ടെത്തുക. അപ്പോൾ ഇതിൽ വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത് എ ആണ് കറക്റ്റ്. അതായത് ഈ ഓർഡർ തന്നെയാണ് വരുന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ് ആദ്യം നടന്നത്, പിന്നെ ഖിലാഫത്ത് പ്രസ്ഥാനം, പിന്നെ സ്വരാജ് പാർട്ടിയുടെ രൂപീകരണം, പിന്നെ സൈമൺ കമ്മീഷൻ വരവ്. പിന്നെ ഏഴാമത്തെ ചോദ്യം, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം ബാംഗ്ലൂർ ആണ്. പിന്നെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. ഒമ്പതാമത്തെ, മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. അപ്പൊ ഇതില് ബി, രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. അതായത് BC 1000 രൂപം കൊണ്ടതായി പറയപ്പെടുന്നു. അതല്ല, ആ ഒരു ഇത് തെറ്റാണ്. പിന്നെ 10ാമത്തെ ചോദ്യം, മോഹൻജദാരോ, ഹാരപ്പ എന്നീ സിന്ധു നദീതട കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ ഇന്ന് ഏത് രാജ്യത്താണ് വരുന്നത്? പാകിസ്ഥാനിലാണ് വരുന്നത്. ഇനി 11ാമത്തെ, 2021 വർഷത്തിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച വ്യക്തികളിൽ പെടാത്തത് ആര്? മരിയ റസ. ഡി, മരിയ റസയാണ് അതിൽ പെടാത്തത്. ഇനി 12ാമത്തെ, 2021 നവംബറിൽ നടന്ന നാഷണൽ അച്ചീവ്മെന്റ് സർവേയെ കുറിച്ച് നൽകിയ പ്രസ്താവനകൾ വിലയിരുത്തുക. അപ്പൊ 12ൽ വരുന്നത് എ ആണ്. അതായത് എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അതായത് 3, 5, 8, 10 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക്, അതുപോലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും കുട്ടികൾ പരീക്ഷയിൽ പങ്കെടുക്കുന്നു. സംഘടനാ ചുമതല CBSEക്ക് സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഫലപ്രാപ്തി വിലയിരുത്തുന്നതിന്, കുട്ടികളിലെ പഠന വിടവ് കണ്ടെത്തുന്നതിന് ഇത് സഹായകമാകും. ഇതെല്ലാം എന്താണ്? ശരിയാണ്. അപ്പോൾ എല്ലാ പ്രസ്താവനകളും ശരിയാണെന്നുള്ള ഓപ്ഷൻ ആണ് എടുക്കേണ്ടത്.
ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡി. മെർക്കാറ്റർ. ഇനി 14 വിവിധ അന്തരീക്ഷ പാളികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. അപ്പൊ അതിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ, അതായത് 1, 2, 3 ശരിയാണ്. ഇനി 15ാമത്തെ വ്യക്തിയുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നതിൽ സമൂഹ നിയന്ത്രണ ഏജൻസികൾ മുഖ്യ പങ്ക് വഹിക്കുന്നു. ബലപ്രയോഗത്തിലൂടെ വ്യക്തിയെ നിയന്ത്രിക്കാൻ അവകാശമുള്ള സമൂഹ നിയന്ത്രണ ഏജൻസി ഏത്? സി, രാഷ്ട്രം. ഇനി 16 1955 ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശസാൽക്കരിച്ചത് രൂപീകരിച്ച ബാങ്ക് ഏതാണ്? അതിന്റെ ഉത്തരം എ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇനി 17ാമത്തെ ചോദ്യം ഇന്ത്യയിലെ രാജ്യസഭയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് താഴെ തന്നിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. അപ്പൊ ബി ആണ്, അതായത് 2ഉം 4ഉം ശരിയല്ല. 2ഉം 4ഉം. ഓക്കെ. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു. അതുപോലെ 5 വർഷമാണ് കാലാവധി. അത് രണ്ടും ശരിയല്ല. ഇനി 18 റിസർവ് ബാങ്കിന്റെ നിലവിലെ ഗവർണർ ആരാണ്? 18 ബി ആണ്, അതായത് ശക്തികാന്ത് ദാസ് ആണ് റിസർവ് ബാങ്കിന്റെ നിലവിലെ ഗവർണർ. ഇത് 2022 ഉള്ളതായിരുന്നു, ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇപ്പൊ മാറിയിട്ടുണ്ടാവും. പിന്നെ 19th ക്വസ്റ്റ്യൻ ചൊവ്വ പര്യവേഷണത്തിനായി 3 അന്താരാഷ്ട്ര പേടകങ്ങൾ 2021 ഫെബ്രുവരിയിൽ ചുവന്ന ഗ്രഹമായ ചൊവ്വയിൽ എത്തിച്ചേർന്നു. ഇതിൽ നാസയുടെ പര്യവേഷണ പേടകം ഏതാണ്? എ, പെർസിവറൻസ്. ഓക്കെ. മനുഷ്യന്റെ ചെവിക്ക് വേദനയുണ്ടാക്കുന്ന സ്വരത്തിന്റെ ഉച്ചത ഡാഷ് ഡെസിബിൾ കൂടുതലാണ്? ഡി, 120. സൈക്കിൾ ചക്രത്തിന്റെ ആക്സിലിൽ എണ്ണ ഇടുന്നത് എന്തിനാണ്? എ, ഘർഷണ ബലം കുറയ്ക്കാൻ. ഇനി കൂട്ടത്തിൽ പെടാത്തത് സി, വേഗം. ഒരു കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവാണ്? ഡി, വശകത. ഇനി 24ാമത്തെ ഒരു ബഹിരാകാശ സഞ്ചാരി കാണുന്ന ആകാശത്തിന്റെ നിറം ഏത്? എ, കറുപ്പ്. 25 ഒരു ദന്ത ഡോക്ടർ പല്ല് പരിശോധിക്കുന്നതിനായി 8 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺകേവ് ദർപ്പണം ഉപയോഗിക്കുന്നു. പല്ല് നിരീക്ഷിക്കുന്നതിനായി അദ്ദേഹം ദർപ്പണം പല്ലിൽ നിന്നും 4 സെന്റിമീറ്റർ ദൂരത്തിൽ പിടിക്കുന്നു എങ്കിൽ ആ പ്രതിബിംബത്തിന്റെ ആവർത്തനം എത്രയായിരിക്കും? 25ാമത്തെ സി, 2. 26ാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ദ്രാവകമാണ് ഒരു വസ്തുവിന്മേൽ ഏറ്റവും കൂടുതൽ പ്ലവക്ഷമ ബലം ഉപയോഗിക്കുന്നത്? 26 ഡി, ഗ്ലിസറിൻ. കേരളത്തിൽ തെർമൽ പവർ സ്റ്റേഷൻ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം? എ, കായംകുളം. ഇനി 28 സൗരയൂഥത്തിന് പുറത്ത് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ ഗ്രഹങ്ങളിൽ ഒന്നായ GJ367b ഭൂമിയിൽ നിന്ന് എത്ര പ്രകാശവർഷം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്? സി, 31. ഇനി 29ാമത്തെ ചോദ്യം 30 ഗ്രാം ഗ്ലൂക്കോസ് 120 ഗ്രാം ജലത്തിൽ ലയിച്ചു കിടക്കുന്ന 150 ഗ്രാം ലായനിയിൽ ഗ്ലൂക്കോസിന്റെ മാസ് ശതമാനം എത്രയാണ്? 29 എ, 20 ആണ് അതിന്റെ ഉത്തരം. ഇനി 30ാമത്തെ ചോദ്യം വൈദ്യുത വിശ്ലേഷണം നടക്കുമ്പോൾ ഒരു ഇലക്ട്രോഡിൽ സ്വതന്ത്രമാക്കപ്പെടുന്ന പദാർത്ഥത്തിന്റെ അളവ് ഇലക്ട്രോലൈറ്റിൽ കൂടി കടന്നു പോകുന്ന വൈദ്യുതിയുടെ അളവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? സി, നേർ അനുപാതം. 31 മാലക്കൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? 31 ഡി, കോപ്പർ. മുഖ്യ ക്വാണ്ടം സംഖ്യ 4 ആയാൽ സാധ്യമായ ഓർബിറ്റലുകളുടെ എണ്ണം എത്ര? 32 സി, 16 എണ്ണാണ്. ഇനി 33ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ സമ ഇലക്ട്രോണിക് സ്പീഷീസ് ഏതാണ്? ബി, Mg2+Na. അതാണ് ഉത്തരം. അയോണിക ബന്ധനത്തിൽ ഭാഗിക സംയോജകം സ്വഭാവം വരുന്ന സാഹചര്യം ഏതാണ്? 34 ബി ആണ് ഉത്തരം. കാറ്റയോണിന്റെ വലുപ്പം കുറയുക. 35 തന്നിരിക്കുന്നവയിൽ അമ്ലശക്തി ഏറ്റവും കുറവുള്ളത് ആർക്കാണ്? ഡി, CH4. ആവർത്തക പട്ടികയുടെ 150ാം വാർഷികം എന്ന്
ഏതു വർഷമായിരുന്നു? 36 D 2019. 37 2021 രസതന്ത്രത്തിന് നോബൽ സമ്മാനം കിട്ടിയത് ആർക്കാണ്? എ ബെഞ്ചമിൻ ലിസ്റ്റ്, ഡേവിഡ് മാക്മില്ലർ. ഇനി 38 പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? സി പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തുവരുന്ന ഓക്സിജൻ ജലത്തിന്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ്. ഇനി 39 ജീവികളെ 5 കിണ്ഡങ്ങളായി വർഗീകരിച്ച അമേരിക്കൻ സസ്യശാസ്ത്രജ്ഞൻ ആരാണ്? ഡി റോബർട്ട് എച്ച് വിറ്റാക്കർ. വൃക്കയിലെ ജലത്തിന്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? സി ADH. 41 ചോദ്യം എക്സിറ്റു കൺസർവേഷൻ ഉൾപ്പെടാത്തത് ഏതാണ്? ഡി നാഷണൽ പാർക്ക്. 42 ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? സി മെഡുല ഒബ്ലാങ്കട്ട. ഇനി 43 താഴെ കൊടുത്തിരിക്കുന്ന പ്രത്യേകതയുള്ള സസ്യകല ഏത്? കോശഭിത്തിയുടെ മൂലകങ്ങളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നത് സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നു. സജീവ സസ്യകല. ബി കോളൻ കൈമ. ഇനി 44 ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒമിക്രോൺ ഏതാണ്? സി ബി 1.1.529. ഇനി 45 ക്വസ്റ്റ്യൻ സൈലന്റ് സ്പ്രിംഗ് എന്ന കൃതി രചിച്ചതാരാണ്? ഡി റേച്ചൽ കാർസൺ. ഇനി 46 ചോദ്യം ഒരു സംഖ്യയുടെ 5 മടങ്ങ് ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിന് തുല്യമാണെങ്കിൽ സംഖ്യ ഏത്? എ 6. 47 ചുവപ്പും നീലയും കലർത്തിയ പെയിന്റ് കൂട്ടിൽ അവയുടെ അംശബന്ധം 4:3 ആണെന്നുണ്ടെങ്കിൽ ഇത് 4:1 ആക്കണമെങ്കിൽ ചുവപ്പ് പെയിന്റിന്റെ ഡാഷ് അളവ് ചേർക്കണം. 47 സി 2 മടങ്ങ് ചേർക്കണം. ഇനി 48 ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന 2 നിരകളിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക. അതില് ബി ഓപ്ഷൻ ആണ് കറക്റ്റ്. അതായത് 1 = Q. അതായത് 24 എന്ന സംഖ്യയുടെ പോസിറ്റീവായ ഘടകങ്ങളുടെ എണ്ണം 384 ആണ്. ഇനി 24 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റിയ സംഖ്യ 8 ആണ്. 11 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റിയ സംഖ്യ 9 ആണ്. ഇനി 1 മുതൽ 25 വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം ആർ ഓപ്ഷൻ ആണ്. ഓക്കെ. ദെൻ 49 ക്വസ്റ്റ്യൻ ഒരു TV കമ്പനി ഒരു പ്രത്യേക ഇനം TVയുടെ വില വർഷം തോറും 5% വീതം കുറയ്ക്കുന്നു. TVയുടെ ഇപ്പോഴത്തെ വില 8000 രൂപയാണെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ TVയുടെ വില എന്തായിരിക്കും? ഡി 7220. ഇനി 50 ചോദ്യം അടുത്ത സംഖ്യ ഏതായിരിക്കും? 2, 5, 9, 19, 37. എ 75. 51 1.44ന്റെ വർഗ്ഗമൂലം ഏതാണ്? ബി 1.2. 52 ചോദ്യം 125 മീറ്റർ നീളമുള്ള തീവണ്ടി 90 km/മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഈ തീവണ്ടി 275 മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകാൻ എത്ര സമയമെടുക്കും? ബി 12 സെക്കൻഡ്. ഇനി 53 ചോദ്യം സമയം 8.15 ആകുമ്പോൾ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും ഇടയിലുള്ള കോൺ അളവ് എത്ര? 53 സി 157.5 ഡിഗ്രി. ഇതെല്ലാം മാത്സിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഈ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഇനി 54 ചോദ്യം ABC ഇവർ ഒരുമിച്ച് ഒരു ജോലി 8 മണിക്കൂർ കൊണ്ട് തീർക്കും. 20 മണിക്കൂർ എടുത്താൽ എക്ക് മാത്രമായി ജോലി തീർക്കാം. 24 മണിക്കൂർ എടുത്താൽ ബിക്ക് മാത്രമായി ജോലി തീർക്കാം. എങ്കിൽ സിക്ക് മാത്രമായി ജോലി തീർക്കാൻ എത്ര മണിക്കൂർ എടുക്കണം? അപ്പം അതിന്റെ ഉത്തരം ബി ആണ് 30 മണിക്കൂർ. 55 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു ത്രികോണിന്റെ വശത്തിന്റെ അളവുകൾ ആക്കാവുന്നത് ഏത്? എ 6 സെന്റിമീറ്റർ, 8 സെന്റിമീറ്റർ, 13 സെന്റിമീറ്റർ. 56
അനു ഒരു അലമാര വാങ്ങിയപ്പോൾ 8% വിലക്കിഴിവ് കിട്ടി. 960 രൂപയാണ് കുറഞ്ഞത്. ആ അലമാരയുടെ പരസ്യവില എത്രയാണ്? ഡി 12,000 രൂപ. 57. എ ഡിവിഷനിൽ 30 പേരുണ്ട്, അവരുടെ ശരാശരി മാർക്ക് 60 ആണ്. ബി ഡിവിഷനിൽ 45 പേരുണ്ട്, അവരുടെ ശരാശരി മാർക്ക് 90 ആണ്. രണ്ട് ക്ലാസ്സും കൂടി ഒന്നിച്ചാക്കിയാൽ പുതിയ ശരാശരി എത്ര? എ 78. ഇനി 58-ാമത്തെ ചോദ്യം, 1 കിലോമീറ്റർ എന്നത് എത്ര മൈൽ ആണ്? ഡി 0.621 മൈൽ. ഇനി 59. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സ്കൂൾ കവാടത്തിൽ പച്ച, നീല, ചുവപ്പ് ബൾബുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. പച്ച ബൾബുകൾ 4 സെക്കൻഡ് ഇടവിട്ടും നീല 6 സെക്കൻഡ് ഇടവിട്ടും ചുവപ്പ് 9 സെക്കൻഡ് ഇടവിട്ടുമാണ് പ്രകാശിക്കുന്നത്. 3 ബൾബും ഒരുമിച്ച് പ്രകാശിക്കാൻ തുടങ്ങിയത് 8 മണിക്കാണ്. അവ എപ്പോൾ വീണ്ടും പ്രകാശിക്കും? സി 8 മണിക്കൂർ 36 സെക്കൻഡ് ആകുമ്പോൾ. ഓക്കെ. ഇനി 60-ാമത്തെ ചോദ്യം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ബി 0.1 ആണ്. 61-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദ പ്രകാരമുള്ള ക്ലാസ് മുറിയിലെ അധ്യാപകന്റെ റോള് അല്ലാത്തത് ഏത്? എ അറിവിന്റെ ദാതാവ്. 62. പഠിക്കാൻ മിടുക്കനായിരുന്ന ആദർശ് കുറച്ചു നാളുകളായി പഠനത്തിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല. പതിവായി വൈകിയാണ് ക്ലാസ്സിലെത്തുന്നത്. എപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ആദർശിന്റെ ഈ സ്വഭാവ വ്യതിയാനത്തെ കുറിച്ച് പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതി ഏത്? സി കേസ് സ്റ്റഡി. 63. പഠനവേളയിൽ ടീച്ചർ ഓരോ കുട്ടിയുടെയും നിലവാരത്തിനനുസരിച്ചുള്ള സഹായങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ എന്നിവ നൽകുന്നതിനെ എങ്ങനെ വിശേഷിപ്പിക്കാം? 63. ബി കൈത്താങ്ങ് നൽകൽ. 64. പ്രതിക്രിയാധ്യാപനം റെസിപ്രോക്കൽ ടീച്ചിങ് ഏത് മനഃശാസ്ത്രജ്ഞന്റെ സിദ്ധാന്തം അനുസരിച്ചാണ് രൂപീകരിച്ചിട്ടുള്ളത്? എ വൈഗോട്സ്കി. 65. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈകാരിക ബുദ്ധിയുള്ള വ്യക്തികൾക്ക് ഇല്ലാത്ത സവിശേഷത ഏത്? ബി സ്വന്തം വികാരങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നു. 66. ആശയരൂപീകരണ പ്രക്രിയയുടെ ഏത് ഘട്ടത്തിലാണ് വസ്തുക്കളുടെ അഭാവത്തിൽ അവയെപ്പറ്റി ഓർക്കാനും ചിന്തിക്കാനും കഴിയുന്നത്? ഡി ബിംബന ഘട്ടം. ഇനി 67. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേരള സ്കൂൾ പാഠ്യപദ്ധതി സമീപനം ഏത്? സി പ്രക്രിയാധിഷ്ഠിതം. 68. 10 വയസ്സുള്ള കുട്ടിയുടെ IQ 98 ആയാൽ മാനസിക വയസ്സ് എത്ര? 68 എ 9.8. ഇനി 69-ാമത്തെ ചോദ്യം, സാങ്കലിക വിദ്യാഭ്യാസം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഇപ്പോഴത്തെ കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ളതാണ്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും മറ്റു കുട്ടികളെ പോലെ തുല്യ അവസരങ്ങൾ ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്തിട്ടുള്ളതാണ്. സങ്കലിത വിദ്യാഭ്യാസം ഏത് സ്കൂളിലാണ് നടപ്പാക്കുന്നത്? ഡി പൊതുവിദ്യാലയങ്ങളിൽ. 70. ജില്ലാ ശാസ്ത്രീ മേളയിൽ 1-ാം സ്ഥാനം നേടുക എന്ന ലക്ഷ്യത്തോടെ മനു സയൻസ് വർക്കിംഗ് മോഡൽ നിർമ്മിക്കുകയാണ്. മനുവിന്റെ ഈ സ്വഭാവം എന്തിനെ സൂചിപ്പിക്കുന്നു? ബി ബാഹ്യ അഭിപ്രേരണ. 71. കുട്ടികളുടെ വ്യക്തി വ്യത്യാസങ്ങൾ പരിഗണിക്കുന്ന ഒരു അധ്യാപിക താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് തിരഞ്ഞെടുക്കുക? സി വൈവിധ്യമാർന്ന ബോധന രീതികൾ അവലംബിക്കുന്നു. 72. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നേതൃത്വ പരിശീലനത്തിന് പ്രയോജനപ്പെടുന്നത് ഏത്? സി SPC. ഇനി 73. സാംശീകരണവും സംസ്ഥാപനവും മനഃശാസ്ത്രത്തിലെ ഏത് ആശയവുമായി ബന്ധപ്പെടുന്ന പ്രക്രിയകളാണ്? എ സ്കീമ. 74. അധ്യാപകർക്കുണ്ടായിരിക്കേണ്ട യോഗ്യതകൾ, നൈപുണ്യങ്ങൾ, മനോഭാവങ്ങൾ എന്നിവയെല്ലാം വിശദമാക്കുന്ന രേഖ ഏത്? ഡി NCF TE 2009. ഇനി അടുത്തത് 75-ാമത്തെ ചോദ്യം, സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും കഴിവിന്റെ പരമാവധിയിലേക്ക് ഉയരാനും ഒരു വ്യക്തിയെ സഹായിക്കുന്ന ബുദ്ധി ഏതാണ്? എ ആന്തരിക വൈയക്തിക ബുദ്ധി. 76. ഒരു ആശയത്തിന്റെ വിവിധ തലങ്ങൾ അതിന്റെ കാഠിന്യമനുസരിച്ച് വ്യത്യസ്ത ക്ലാസുകളിലായി പഠിപ്പിക്കുന്നതിനായി ക്രമീകരിക്കുന്ന രീതി ഏത് പേരിലാണ്
അറിയപ്പെടുന്നത്? സി ചാക്രിക രീതി. ഇനി 77ാമത്തെ ചോദ്യം, ഗുണവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ മാനസികമായി വർഗീകരിക്കുന്ന വിവരങ്ങളെ എങ്ങനെ വിശേഷിപ്പിക്കാം? ബി ആശയം. 78 പുരോഗമനപരവും ജനാധിപത്യപരവുമായ പാഠ്യപദ്ധതിയുടെ സവിശേഷത താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? സി വളരെ സമ്പുഷ്ടവുമായതും അയവുള്ളതും ആയിരിക്കും. 79 ഡിസ്ലെക്സിയ ഉള്ള കുട്ടിക്ക് എന്തിനാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്? ബി ഭാഷ ശരിയായി ഉപയോഗിക്കുന്നതിന്. 80 വിദ്യാലയം തന്നെ ഒരു പഠനോപകരണം എന്ന ആശയവുമായി യോജിക്കുന്നത് ഏത്? സി ബാല. ഇനി അടുത്തത് വരുന്നത് ഇംഗ്ലീഷിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഏറ്റവും ഫസ്റ്റ് അവിടെ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്. പാസേജ് നന്നായിട്ട് വായിച്ചു നോക്കുക. വീഡിയോ പോസ് ചെയ്തിട്ട് ഞാൻ അതിന്റെ ആൻസർ പറഞ്ഞു നോക്കാം. എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ആൻസർ കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ ഒരു ആൻസർ തന്നെയാണോ വരുന്നത് എന്നുള്ളത് നോക്കാം. 81ാമത്തെ ചോദ്യം, വാട്ട് വാസ് ദ പ്രൈസ് ദാറ്റ് സുശീല ഹാഡ് ടു പേ ഫോർ ഹാവിംഗ് ദ ഓൾഡ് ലേഡി അറ്റ് ഹോം? ഡി ഷി ലോസ്റ്റ് ഹെർ കൺട്രോൾ ഓവർ ദ കിച്ചൺ ബഡ്ജറ്റ്. 82 which of the following alternatives means Bini? B gentle. 83ാമത്തെ ചോദ്യം, what made the narrator and his wife wonder? C the old lady's energy to do work. 84 the following sentences has 3 underlined parts labeled A, B, C. Find out whether there is any error in any underlined part and indicate your answer in the answer sheet against the corresponding letter. That is A, B, or C. If you find no error, your answer should be indicated as D. He replied his father has lived in Mumbai since 10 years. അതിൽ ആൻസർ ആയിട്ട് വരുന്നത് C ആണ്, since 10 years. Then 85 the sentence given below has an underlined part. Choose the word nearest in meaning to the underlined part from the list of the words given. The conflict between the factory owner and the worker was resolved by a mutual agreement. Answer വരുന്നത് B ആണ്, reciprocal. Then 86th question, which of the following alternatives brings out the meaning of the phrasal verb spark off clearly? A suddenly happen. 87 fill in the blanks with suitable article if required. Choose from the alternatives given. I hope to reach home in dash hour. 87B and 88 which of the following statements is or are correct about language teaching or learning? B all of the above are correct statements. 89 language acquisition follows a natural path. Choose from the alternatives given below. C listening, speaking, reading, writing. The 90th question, language is structured at different levels. Choose the deepest and the most superficial of the levels. C semantic and phonological. Then 91ാമത്തെ question, താഴെ തന്നിരിക്കുന്നവയിൽ ദന്തിതത്തിന് ഉദാഹരണം ഏതാണ്? ബി കേമത്തം. ഇതൊക്കെ മലയാളത്തിൽ നിന്നും വരുന്നതാണ്. ഇനി 92ാമത്തെ ചോദ്യം, വിരഹത്തിലല്ലാത്ത ലാവണ്യം സമഗ്രമായി നിരവധ്യമായിട്ടു കാണുവാൻ കഴിയില്ല. ഇനി എന്നീ വരികൾ ആരുടേതാണ്? എ ജി ശങ്കരക്കുറിപ്പ്. 93ാമത്തെ ചോദ്യം, നാടൻ പാട്ടുകളിൽ അനുഷ്ഠാന പാട്ടുകൾ എന്ന വിഭാഗത്തിൽ പെടുന്നവയാണ്. ഡി തോറ്റംപാട്ട്. 94 വെള്ളയ്യപ്പൻ മലയാളത്തിലെ അനശ്വരമായ ഒരു കഥയിലെ കഥാപാത്രമാണ്. ഏത് കഥയിലെ കഥാപാത്രമാണ്? വെള്ളായിയപ്പൻ. വെള്ളായിയപ്പൻ എന്നാണ് വരുന്നത്. സി കടൽ തീരത്ത്. 95ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഉചിതമായി ക്രമീകരിച്ചിരിക്കുന്നവ ഏതാണ്? എ ഒന്നാമത്തെ നിർമാല്യം എന്ന് പറയുന്നത് MTയുടെ ആണ്. ചെമ്മീൻ എന്ന് പറയുന്നത് തകഴിയുടെ ആണ്. പിന്നെ കാഞ്ചന സീത എന്ന് പറയുന്നത് CN ശ്രീകണ്ഠൻ നായരുടെയാണ്. കാഞ്ചന സീത. ഇനി ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും, അത് സക്കറിയയുടെയാണ്. ഇനി 96ാമത്തെ ചോദ്യം, പ്രകൃതി വിലാസം എന്നത് ഘടന പദങ്ങളാക്കുമ്പോൾ എന്താകും? ഡി
പ്രകൃതി പോലുള്ള വിലാസം. ഇനി അടുത്തത് 97ാമത്തെ ചോദ്യം. ശരിയായ വാക്യം ഏത്? സി. മരണമടഞ്ഞ വാസുദേവന്റെ കണ്ണുകൾ ഭാര്യയുടെ സമ്മതത്തോടെ മാത്യുവിന് വെച്ചുകൊടുത്തു. 98 ദൈനംദിനാസൂത്രണത്തിൽ പ്രതിഫലനാത്മക കുറിപ്പ് എന്ന ഭാഗത്ത് അധ്യാപകർ രേഖപ്പെടുത്തുന്നത്. ഡി. ക്ലാസ്സിന് ശേഷമുള്ള അധ്യാപകന്റെ തിരിച്ചറിവുകൾ. 99 പാഠ്യപദ്ധതി സമീപനത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത് ഏത്? ഡി. അധ്യാപക കേന്ദ്രീകൃതം. 100ാമത്തെ ചോദ്യം. മനുഷ്യ മനസ്സിന് ജന്മസിദ്ധമായ സർവ ഭാഷാ വ്യാകരണം ഉണ്ട് എന്ന ആശയം മുന്നോട്ട് വെച്ചതാര്? ഡി. നോം ചോംസ്കി. ഇനി അടുത്തത് എൽ പിയുടെ ക്വസ്റ്റ്യൻ ആൻസറിങ് കഴിഞ്ഞു. ഇനി അടുത്തത് UPയുടെ ക്വസ്റ്റ്യൻസ് നോക്കാം. UPയിലും ഇതുപോലെ തന്നെ 100 ചോദ്യങ്ങളാണ് വരുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഇത് 2022 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഒന്നാമത്തെ ചോദ്യം, പഴശ്ശിരാജയെ കുറിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ബി. 17ാം നൂറ്റാണ്ടിലെ അവസാനത്തിൽ മൈസൂർ രാജ്യത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുമെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നയിച്ചു. രണ്ടാമത്തെ ചോദ്യം, കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചില വ്യക്തികളെ കുറിച്ചും വസ്തുതകളെ കുറിച്ചുമുള്ള പട്ടികയാണിത്. ഉചിതമായി യോജിപ്പിച്ചത് കണ്ടെത്തുക. ബി ആണ് അതിനുത്തരം. ഇനി മൂന്നാമത്തെ ചോദ്യം, വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? സി. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആരംഭിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയിൽ പ്രവർത്തിച്ചു. ഇനി അടുത്തത് 4ാമത്തെ ചോദ്യം, ഉപ്പ് സത്യാഗ്രഹത്തെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. അതിലെ എ ആണ് ശരി, അതായത് 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. ഇനി 5ാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ചില പ്രധാന സംഭവങ്ങൾ താഴെ ചേർക്കുന്നു. ഈ സംഭവങ്ങളുടെ ശരിയായ കാലക്രമം കണ്ടെത്തുക. അപ്പൊ അതിന്റെ ഉത്തരം ഡി ആണ്. ആദ്യം ബംഗാൾ ഗസറ്റ്, പിന്നെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, പിന്നെ ചൗരി ചൗര സംഭവം, പിന്നെ 3ാമത്തെ ഉപ്പ് സത്യാഗ്രഹം, പിന്നെ 5ാമത്തെ ക്വിറ്റ് ഇന്ത്യ സമരം. ഇനി 6ാമത്തെ വരുന്നത്, കൂട്ടത്തിൽ പെടാത്തത് ഏത്? സി. ഹിന്ദു സമാജം. 7ാമത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഡി. ഓറഞ്ച് വിപ്ലവം. 8ാമത്തെ ചോദ്യം, ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ സ്ഥാപക പിതാവായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? എ. ഡോക്ടർ വിക്രം, എ. സാരാഭായ്. ഇനി അടുത്തത് 9ാമത്തെ ചോദ്യം, ഈജിപ്ഷ്യൻ സംസ്കാരത്തെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളെ വിലയിരുത്തുക. ഇതിൽ ഡി ആണ് ഉത്തരം. മുഴുവൻ പ്രസ്താവനകളും ശരിയാണ്. അതൊന്ന് വായിച്ചു നോക്കുക, വീഡിയോ പോസ് ചെയ്തിട്ട്. ഇനി 10ാമത്തെ, താഴെ തന്നിരിക്കുന്നവയിൽ ഹാരപ്പൻ നാഗരികതയുടെ മറ്റൊരു പേരായി അറിയപ്പെടുന്നത് എന്താണ്? ഡി. സിന്ധു നദീതട സംസ്കാരം. ഇനി 11, ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ തയ്യാറാക്കുന്നത്? എ. ആഭ്യന്തര മന്ത്രാലയം. 12, സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള അന്തർദേശീയ പരീക്ഷയായ പിസ ടെസ്റ്റുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ വിലയിരുത്തുക. അതിൽ ഉത്തരം ബി ആണ്. 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. ഇനി അടുത്തത് 13ാമത്തെ ചോദ്യം, ഇന്ത്യൻ വാണിജ്യ ബാങ്കുകളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. അതില് ബി 1, 2, 3 ആണ് ശരിയായ പ്രസ്താവനകൾ. 14ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപദ്വീപീയ നദികളിൽ പെടാത്തത് ഏത്? ഡി. ബ്രഹ്മപുത്ര. 15ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സ്ഥിതി, സമത്വം, മതേതരം എന്നീ ആശയങ്ങൾ കൂട്ടിച്ചേർത്തത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? എ. 42. ഇനി 16ാമത്തെ ചോദ്യം, സാമൂഹ്യ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് താഴെ നൽകിയിരിക്കുന്നത്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ബി.
1ഉം 4ഉം ശരിയാണ്. ഇനി അടുത്തത് 17ാമത്തെ ചോദ്യം. സാമൂഹ്യ ശാസ്ത്ര ക്ലാസ്സിൽ അധ്യാപികയ്ക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഡെസ്ക്ടോപ്പ് പ്ലാനറ്റോറിയം സോഫ്റ്റ്വെയർ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? സി. സ്റ്റെല്ലേറിയം. 18 കേരളത്തിൽ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് വിക്ടേഴ്സ് ചാനലിലൂടെ ക്ലാസ് സംസ്ഥാന തലത്തിൽ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനം? ഡി. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. 19 ആരോഗ്യം, ഊർജം, ദുരന്ത നിവാരണം തുടങ്ങിയ മേഖലകൾ പ്രയോജനപ്പെടുത്തുന്നതിനായി ജപ്പാൻ അടുത്ത കാലത്തായി രൂപകൽപ്പന ചെയ്ത സൂപ്പർ കമ്പ്യൂട്ടർ ഏത്? ബി. ഫുഗാക്കു. ഇനി 20ാമത്തെ ചോദ്യം. വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് ആണ്? സി. കുളോം. 21ാമത്തെ ചോദ്യം. നിശ്ചലമായിരിക്കുന്ന ഒരു വസ്തുവിന്റെ സ്ഥാനാന്തര സമയ ഗ്രാഫ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? എ. ഇനി 22ാമത്തെ ചോദ്യം. ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിന്റെ ബഹിരാകാശത്ത് എത്തിച്ച ബഹിരാകാശ പേടകം ഏതാണ്? ബി. വോസ്റ്റോക്ക് 1. 23 കടലിൽ നീന്തുന്നതിന് പുഴയിൽ നീന്തുന്നതിനേക്കാൾ എളുപ്പമാണ്. കാരണം? ബി. കടൽ വെള്ളത്തിന്റെ സാന്ദ്രത പുഴയിലെ വെള്ളത്തേക്കാൾ കൂടുതലാണ്. 24 ശബ്ദം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനാണ് മാറ്റം സംഭവിക്കുന്നത്? എ. വേഗത, തരംഗദൈർഘ്യം. 25 ഒന്നിലധികം സെല്ലുകൾ ശ്രേണി രീതിയിൽ ബന്ധിപ്പിച്ചാൽ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക. എ. 1ഉം 2ഉം പ്രസ്താവനകൾ ശരിയാണ്. ഇനി 26 താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങൾ? 26 എ. 1ഉം 2ഉം ആണ് അതിൽ വരുന്ന ഉത്തരങ്ങൾ. ഇനി 27ാമത്തെ ചോദ്യം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈൽ വേദ മിസൈലുകളുടെ ആക്രമണത്തെ അതിജീവിക്കാൻ കഴിവുള്ള ഏറ്റവും പുതിയ ബാലിസ്റ്റിക് മിസൈലാണ്? ഡി. പ്രളയ്. 28ാമത്തെ ചോദ്യം. ഇന്ത്യ ബേസ്ഡ് ന്യൂട്രിനോ ഒബ്സർവേറ്ററി INO-യുടെ നിർമ്മാണം പുരോഗമിക്കുന്നത് എവിടെയാണ്? സി. തമിഴ്നാട്. 29 താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൊളോയിഡിന്റെ സവിശേഷതകൾ ഏതെല്ലാം? കൊളോയിഡിന്റെ എ. ഓൺലി 1 and 2. 30ാമത്തെ ചോദ്യം. ഏതാനും ആസിഡുകളുടെ അയോണീകരണ സമവാക്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇവയിൽ ശരിയായവ ഏതെല്ലാം? സി. സി ആണ് ശരി. ഓൾ ഓഫ് ദി എബവ്. 1, 2, 3, 4 ഇതെല്ലാം ശരിയാണ്. ഇനി അടുത്തത് 31ാമത്തെ ചോദ്യം. പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതകളെ സംബന്ധിക്കുന്ന ഏതാനും പ്രസ്താവനകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഡി. ഓൾ ഓഫ് ദി എബവ് എല്ലാതും ശരിയാണ്. ഇനി 32ാമത്തെ ചോദ്യം. 180 ഗ്രാം ജലത്തിൽ അടങ്ങിയിരിക്കുന്ന ജലതന്മാത്രകളുടെ എണ്ണം എത്ര? ബി. ബി ആണ് ഉത്തരം. ഇനി 33 താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ഏതെല്ലാം? സി. 2ഉം 4ഉം ആണ് ഉപയോഗിക്കുന്നത്. ഇനി 34ാമത്തെ ചോദ്യം. അവിടെ കൊടുത്തിരിക്കുന്ന ഒരു രാസപ്രവർത്തനം കൊടുത്തിട്ടുണ്ട്. ഈ രാസപ്രവർത്തനത്തിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെല്ലാം മാർഗങ്ങളാണ് പുരോപ്രവർത്തനം വേഗത്തിലാക്കാൻ സഹായിക്കുന്നത്? 34 എ ആണ്. ഓൺലി 3 and 4 യൂസ്. ഇനി 35ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഫങ്ഷണൽ ഐസോമറുകൾ ഏതെല്ലാം? ഡി ആണ് ഉത്തരം. 1ഉം 3ഉം ആണ് ഐസോമറുകൾ, ഫങ്ഷണൽ ഐസോമറുകൾ. ഇനി 36ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാർബണിന്റെ രൂപാന്തരങ്ങൾ അലോട്രോപ്സ് ഏതെല്ലാം? ഡി ആണ് ഉത്തരം. 2ഉം 3ഉം 4ഉം. ഇനി 37ാമത്തെ ചോദ്യം. UN ജനറൽ അസംബ്ലി ഇന്റർനാഷണൽ ഇയർ ഓഫ്
പീരിയോഡിക് ടേബിൾ ആയി പ്രഖ്യാപിച്ച വർഷം ഏത്? സി 2019. ഇനി 38ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കോശവിജ്ഞാനീയ ചരിത്രവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി ഏത്? ഡി. MJ സ്വീഡൻ ആണ് സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതം എന്ന് കണ്ടുപിടിച്ചത്. അടുത്തത് 39ാമത്തെ ചോദ്യം, പോഷണ പ്രക്രിയയിലെ ശരിയായ ഘട്ടങ്ങളെ സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ട് ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തി എഴുതുക. അതിൽ ശരിയായത് എ ആണ്. എ ഓപ്ഷൻ ആണ് ശരി. ഇനി 40ാമത്തെ ചോദ്യം, കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളുടെ കൂട്ടം കണ്ടെത്തി എഴുതുക. സി വിറ്റാമിൻ A, D, E, K. അത് വേണമെന്നുണ്ടെങ്കിൽ അഡക് എന്ന് പഠിച്ചു വെച്ചാലും മതി. ഇനി 41ാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സെറിബ്രത്തിന്റെ ധർമ്മവുമായി ബന്ധമില്ലാത്തത് ഏത്? ബി പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു. ഇനി 42, തന്നിരിക്കുന്നവയിൽ വാക്സിനേഷനിലൂടെ പ്രതിരോധ ശക്തി ആർജിക്കാൻ സാധിക്കാത്ത രോഗം ഏത്? എ സിക്കിൾ സെൽ അനീമിയ. ഇനി 43ാമത്തെ ചോദ്യം, പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറന്തള്ളുന്ന ഓക്സിജന്റെ ഉറവിടം ഏതാണ്? സി ജലത്തിന്റെ വിഘടനം. ഇനി 44ാമത്തെ ചോദ്യം, ചൂടും സ്പർശവും അറിയുന്നതിന് മനുഷ്യനെ സഹായിക്കുന്ന സ്വീകരണികളെ കണ്ടെത്തിയതിന് 2021 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? ബി ഡേവിഡ് ജൂലിയസ്. ഇനി 45ാമത്തെ ചോദ്യം, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ പരിപാടി ഏത്? ഡി ജൈവ വൈവിധ്യ ഉദ്യാനം. ഇനി 46ാമത്തെ ചോദ്യം, ഇനി വരുന്നത് ഫുള്ളും മാത്സ് ആണ്. നിങ്ങൾ ടൈം എടുത്തിട്ട് ഇത് ചെയ്തു നോക്കുക, എന്നിട്ട് ഈ ആൻസർ വരുന്നുണ്ടോ നോക്കാം. 500, 1000, 100, 200, 20 എന്ന സംഖ്യാശ്രേണിയിലെ അടുത്ത പദം ഏത്? സി 40. 47ാമത്തെ ചോദ്യം, ഒരു സമചതുരത്തിന്റെ പരപ്പളവ് 256 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. സമചതുരത്തിന്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് വരച്ചാൽ കിട്ടുന്ന രൂപത്തിന്റെ പരപ്പളവ് എത്ര? എ 128 ചതുരശ്ര സെന്റിമീറ്റർ. ഇനി 48ാമത്തെ ചോദ്യം, ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 2 കൂടുതലാണ്. ചെറിയ സംഖ്യയുടെ 4 മടങ്ങാണ് വലിയ സംഖ്യ എങ്കിൽ ചെറിയ സംഖ്യ ഏത്? ഡി 2. 49ാമത്തെ ചോദ്യം, 3 ക്യൂബിന്റെ എത്ര മടങ്ങാണ് 3⁵5? ഡി ആണ് ഉത്തരം 9. ഇനി 50ാമത്തെ ചോദ്യം, ഒരു ടാങ്കിൽ 750 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ ടാങ്കിന്റെ 3/5 ഭാഗം വെള്ളം നിറഞ്ഞു. ഇനി എത്ര ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചാൽ ടാങ്ക് നിറയും? ഡി 500 ലിറ്റർ. ഇനി 51ാമത്തെ ചോദ്യം, ഒരു സമാന്തര ശ്രേണിയിലെ 5ാം പദം 19, 10ാം പദം 39 ആയാൽ ആ സംഖ്യാശ്രേണിയിലെ ആദ്യ പദം ഏത്? എ 3. 52, ക്ലോക്കിലെ സമയം 11 മണി 10 മിനിറ്റ് ആകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഇടയിലുള്ള കോണിന്റെ അളവ് എത്രയായിരിക്കും? സി 85 ഡിഗ്രി. 53ാമത്തെ ചോദ്യം, 66 2/3%. ഇതിന് തുല്യമായ ഭിന്നസംഖ്യ ഏത്? എ 2/3. 54ാമത്തെ ചോദ്യം, എ ഒരു ജോലി 20 ദിവസം കൊണ്ടും ബി അതേ ജോലി 30 ദിവസം കൊണ്ടും ചെയ്തു തീർക്കും. എയും ബിയും ഒരുമിച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കും? ബി 12. 55ാമത്തെ ചോദ്യം, 20 സംഖ്യകളുടെ ശരാശരി 25 ആണ്. അതുപോലെ 22, 28 എന്നീ സംഖ്യകൾ മാറ്റിയാൽ ബാക്കിയുള്ള സംഖ്യകളുടെ ശരാശരി എത്രയാകും? ബി 25. 56ാമത്തെ ചോദ്യം, ഒരു ബാഗിന്റെ വില 10% കൂട്ടിയ ശേഷം 10% വില കുറച്ച് 693 രൂപയ്ക്കാണ് വിറ്റത്. എന്നാൽ ഈ ബാഗിന് ആദ്യം ഉണ്ടായിരുന്ന വില എത്ര രൂപയാണ്? ഡി 700 രൂപ. ഇനി 57ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഏറ്റവും ചെറുതേത്? ബി ആണ് ഉത്തരം. ഇനി 58ാമത്തെ ചോദ്യം, മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗത ഓടുന്ന 225 മീറ്റർ നീളമുള്ള തീവണ്ടിക്ക്
ഒരു ടെലിഫോൺ പോസ്റ്റ് കടന്നു പോകാൻ എത്ര സമയം വേണ്ടിവരും? സി 9 സെക്കൻഡ്. ഇനി 59ാമത്തെ ചോദ്യം. രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 9:11 ആണ്. ഇനി സംഖ്യകളുടെ ഉസാഗ 7 ആയാൽ അവയിൽ ചെറിയ സംഖ്യ ഏത്? ബി 63. ഇനി 60ാമത്തെ ചോദ്യം. സാധാരണ പലിശ നിരക്കിൽ നിക്ഷേപിച്ച തുക 8 വർഷം കൊണ്ട് ഇരട്ടിയായാൽ വാർഷിക പലിശ നിരക്ക് എത്രയായിരിക്കും? സി 12.5%. 61ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചാക്രിക രീതിയുടെ സവിശേഷത ഏത്? സി ആശയങ്ങളുടെ കാഠിന്യം അനുസരിച്ചുള്ള ക്രമീകരണം. 62. പിയാഷെയുടെ വൈജ്ഞാനിക സിദ്ധാന്തത്തിലെ സംസ്ഥാപനം എന്ന ആശയം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ബി പുതിയ അറിവുകൾ ഉണ്ടാകുമ്പോൾ നിലവിലുള്ള സ്കീമയിൽ ഉണ്ടാകുന്ന നവീകരണമാണ്. 63ാമത്തെ ചോദ്യം. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടി കായിക പ്രവർത്തനങ്ങളിലെ നേട്ടങ്ങളിലൂടെ തന്റെ ആത്മാഭിമാനം വീണ്ടെടുക്കുന്നത് ഏത് സമായോജന തന്ത്രത്തിന് ഉദാഹരണമാണ്? ഡി അനുപൂരണം. 64ാമത്തെ ചോദ്യം. ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ഹൊവാർഡ് ഗാർഡ്നർ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് മുന്നോട്ട് വെച്ചത്? എ ശാരീരിക ചലനപരമായ ബുദ്ധി. ഇനി അടുത്തത് വരുന്നത് 65ാമത്തെ ചോദ്യമാണ്. ശ്രമപരാജയ പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട 3 നിയമങ്ങൾ ഏതൊക്കെ? സി സന്നദ്ധത നിയമം, ഫല നിയമം, അഭ്യാസ നിയമം. 66ാമത്തെ ചോദ്യം. അധ്യാപിക ക്ലാസ്സിൽ നൽകിയ ഗണിത പസിലിന് സ്വയം ഉത്തരം കണ്ടെത്താൻ ആതിരയ്ക്ക് കഴിഞ്ഞില്ല. അധ്യാപിക ചില സൂചനകളും വിശദീകരണങ്ങളും നൽകിയപ്പോൾ ആതിര സ്വയം ഉത്തരം കണ്ടെത്തി. ഇതിനെ താഴെ കൊടുത്തിരിക്കുന്ന ഏത് മനഃശാസ്ത്രജ്ഞ ആശയവുമായി ബന്ധപ്പെടുത്താം? ബി സമീപസ്ഥ വികാസ മണ്ഡലം. 67ാമത്തെ ചോദ്യം. പ്രത്യേക അസൈൻമെന്റുകൾ, സ്വതന്ത്ര പ്രോജക്റ്റുകൾ, ലഘു ഗവേഷണങ്ങൾ എന്നിവ ഏത് വിഭാഗം കുട്ടികൾക്കാണ് കൂടുതൽ അനുയോജ്യം? എ പ്രതിഭാധനരായ കുട്ടികൾക്ക്, അതായത് കുറച്ചും കൂടി ഗിഫ്റ്റഡ് ചൈൽഡ്സിന്. ഇനി 68. ഉൾക്കാഴ്ച പഠന സിദ്ധാന്തം ഏത് മനഃശാസ്ത്രജ്ഞ ചിന്താധാരണയാണ് മുന്നോട്ട് വെച്ചത്? ഡി ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം. ഇനി 69ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വ്യക്തി വ്യത്യാസത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ബി സാമ്പത്തിക സാമൂഹിക സാഹചര്യത്തിലെ വ്യത്യാസം. ഇനി 70ാമത്തെ ചോദ്യം. ബ്രൂണറുടെ ആശയ രൂപീകരണ പ്രക്രിയ പിന്തുടരുന്ന ടീച്ചർ 5ാം ക്ലാസ്സിൽ ത്രികോണത്തിന്റെ പ്രത്യേകതകൾ പഠിപ്പിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ട്രയാങ്കിൾ ABCയിൽ a+b+c=180 ഡിഗ്രി എന്ന് ബോർഡിൽ എഴുതി. ഇത് ഏത് ഘട്ടത്തെ സൂചിപ്പിക്കുന്നു? സി ആണ് അതിന്റെ ഉത്തരം, പ്രതീകാത്മക ഘട്ടം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബുദ്ധിമാപനത്തിന് ഉപയോഗിക്കുന്നത് എ വേസ്. ഇനി 72ാമത്തെ ചോദ്യം. 7ാം ക്ലാസ്സിലെ ലീഡറാണ് വിദ്യ. ക്ലാസ്സിലെ മറ്റു കുട്ടികളുമായി അവൾ നല്ല ബന്ധം സ്ഥാപിക്കുന്നുണ്ട്. തീരുമാനമെടുക്കാനുള്ള കഴിവ്, പ്രശ്നങ്ങൾ പരിഹാരം കണ്ടെത്താനുള്ള കഴിവ്, സഹകരണ മനോഭാവം, അനുതാപം എന്നീ കഴിവുകളും വിദ്യയ്ക്കുണ്ട്. വിദ്യയുടെ ഈ കഴിവുകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ബി വൈകാരിക ബുദ്ധി. 73ാമത്തെ ചോദ്യം. സഹപാഠികളുടെ ചെറുസംഘം ഒരു പൊതു ഉദ്ദേശം മുൻനിർത്തി പ്രവർത്തിക്കുന്നതിനെ എങ്ങനെ വിശേഷിപ്പിക്കാം? ഡി സഹകരണാത്മക പഠനം. ഇനി 74. കേരളത്തിലെ സ്കൂളുകളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള പോർട്ടൽ ഏതാണ്? ബി സ്കൂൾ വിക്കി. 75ാമത്തെ ചോദ്യം. വിദ്യാഭ്യാസ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളും ഗവേഷണങ്ങളും നടത്തുന്ന സ്ഥാപനം ഏത്? എ സിമാറ്റ്. ഇനി അടുത്തത് 76ാമത്തെ ചോദ്യം. മരങ്ങൾക്ക് ജീവികളെ പോലെ ചലനശേഷി കൈവന്നാൽ അതിന്റെ ഫലങ്ങൾ എന്തെല്ലാമായിരിക്കും? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിന്റെ വികസനത്തിനാണ് ഇത്തരം ചോദ്യങ്ങൾ കൂടുതൽ അനുയോജ്യം? 76ാമത്തെ ബി ആണ് ഉത്തരം, സർഗപരത. ഇനി 77ാമത്തെ ചോദ്യം. ശാസ്ത്ര പഠനത്തിനായി ഉപയോഗിക്കാവുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? സി ഫിറ്റ്.
ഇനി 78ാമത്തെ ചോദ്യം. ജന്മന അംഗവൈകല്യമുള്ള കുട്ടി നഴ്സറി ക്ലാസ്സിൽ പോയിരുന്നില്ല. അതിനാൽ 1ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ മറ്റു കുട്ടികളെ പോലെ ഭാഷാശേഷി നേടാൻ കഴിഞ്ഞില്ല. വികസനത്തിലെ ഏത് തത്വവുമായി ഇതിനെ ബന്ധപ്പെടുത്താം? ഡി. വികാസ മേഖലകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. 79ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും കൃത്യമായി ഓർത്തെടുക്കുന്ന കുട്ടി ഏത് തരം ഓർമ്മയാണ് ഉപയോഗിക്കുന്നത്? ഡി. അർത്ഥപരമായ ഓർമ്മ. 80ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് മാർഗമാണ് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കേണ്ടത്? ഡി. മുകളിൽ സൂചിപ്പിച്ചിട്ടുള്ള എല്ലാം. അതായത് സാങ്കേതിക സമീപനം, പിന്നെ അതുപോലെ വ്യക്തിഗത ബോധന സമീപനം, ബഹുഇന്ദ്രിയ സമീപനം, ഇതെല്ലാം ഉപയോഗിക്കണം. ഇനി 81ാമത്തെ ചോദ്യം. അതൊക്കെ ഇംഗ്ലീഷിൽ നിന്നും വരുന്ന ചോദ്യങ്ങളാണ് അടുത്തത്. 81ാമത്തെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സബ് സ്കിൽ ഓഫ് റീഡിംഗ്? സി. ട്രാൻസ്ക്രിപ്ഷൻ. അടുത്തത് 82ാമത്തെ ചോദ്യം. Sometimes I have to work harder than ever before, pushing my own limits, and yes, I do experience burnout. What does the word burnout denote in the sentence? B. Exhaustion. ഇനി 83ാമത്തെ ചോദ്യം. He will have reached Dubai by next Wednesday. Identify the tense of the sentence. A. Future perfect. 84ാമത്തെ. The professor spoke for hours but could not communicate to his students. Which phrasal verb could be used as a substitute for word communicate? A. Get across. 85. This has been a wonderful event and I stand before you to speak dash all of us tonight. 85. D. 4. 86ാമത്തെ. He is dash best at I know. C. ദ ആണ് അവിടെ വെക്കേണ്ടത്. ഇനി 87ാമത്തെ. An example of intrinsic motivation would be A. Playing cricket because you love it. Then 88ാമത്തെ. Which of the following is a determiner? C. This. 89ാമത്തെ. 100 questions ആണ് ഉള്ളത്. 89ാമത്തെ question. There used to be a time when I dash run 3 miles at a stretch. D option ആണ് കറക്റ്റ്. ഇനി 90ാമത്തെ ചോദ്യം. Language test that assess a person's practical language skills and language competency are called the proficiency test. ഹലോ ഹലോ, ഒന്ന് സ്പീഡ് ആക്കുവോ? സാറ് വെയിറ്റ് ചെയ്യാണ്. ഓക്കെ. 100 questions ഉള്ളൂ, കഴിഞ്ഞു. 91ാമത്തെ ചോദ്യം. ബന്ധുജനങ്ങൾ മുഴുവനും ഈ പ്രേമ ബന്ധത്തിലെന്നോടെ തീർത്തു നിൽപ്പു, പ്രാണന്റെ ബന്ധവും തൂക്കി നോക്കുന്നത് നാണയത്തുട്ടുകളാണു പോലും. ഏത് കഥാപാത്രത്തിൻ്റെതാണ് ഈ വരികൾ? ബി. ചന്ദ്രിക. 92ാമത്തെ ചോദ്യം. കാക്കനാടൻ എന്നത് ആരുടെ തൂലിക നാമമാണ്? ഡി. ജോർജ് വർഗീസ്. 93ാമത്തെ ചോദ്യം. താഴെ നൽകിയിരിക്കുന്നവയിൽ മധ്യമ പുരുഷാനുദാഹരണം ഏത്? എ. നിന്റെ. 94ാമത്തെ ചോദ്യം. ജോർജ് ഓണക്കൂറിന്റെ ആത്മകഥ ഏത്? സി. ഹൃദയരാഗങ്ങൾ. 95ാമത്തെ ചോദ്യം. കണ്ണുനീർ എന്നർത്ഥം വരുന്ന പദം? ഡി. ലോചം. 96. തന്നിരിക്കുന്ന വാക്യത്തിൽ തെറ്റായ ഭാഗം ഏത്? എ. എല്ലാ മാസം തോറും. 97ാമത്തെ ചോദ്യം. നാറാണത്ത് ഭ്രാന്തൻ എന്ന കവിത കുട്ടികൾ നാടകരൂപത്തിൽ അവതരിപ്പിക്കുന്നു. അധ്യാപനത്തിലെ ഏത് സമ്പ്രദായത്തെയാണ് ഇത് ഉൾക്കൊള്ളുന്നത്? ഡി. ക്രീഡാരീതി. 98. ഭാഷാപരമായ ബുദ്ധിയുടെ വളർച്ചയ്ക്ക് ആവശ്യമല്ലാത്തത് താഴെ സൂചിപ്പിക്കുന്നതിൽ ഏത്? ഡി. ഗ്രാഫുകൾ. 99ാമത്തെ ചോദ്യം. കുട്ടികളുടെ പോർട്ട്ഫോളിയോ വിലയിരുത്തുന്നത് ഏത് വിലയിരുത്തലിന്റെ ഭാഗമായാണ്? എ. നിരന്തര വിലയിരുത്തൽ. 100ാമത്തെ ചോദ്യം. വിഷയങ്ങളെ വേർതിരിച്ച് പഠിക്കുന്നതിന് പകരം പരസ്പരം ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്ന സമീപനം ഏത്? സി. ഉദ്ഗ്രഥിത സമീപനം. ഇത്രയാണ് 100 ചോദ്യങ്ങളാണ് വരുന്നത്. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.